എന്തുകൊണ്ടത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എന്ന് ചിന്തിച്ചൊരു മൂവിയായിരുന്നു. ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് കോള് വന്നത്. ഈ ഒരു ക്യാരക്ടർ നമുക്ക് ഒരുപാട് സന്തോഷമായി. പ്രത്യേകിച്ചും സുരാജേൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിലും ബാക്കിയുള്ള കുക്കിംഗ് ക്ലാസ് കാണാൻ പറ്റിയതിലും നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നതിലും അങ്ങേയറ്റം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണദാസ്. ഞാൻ സിനിമയുടെ റൈറ്റർ ഡയറക്ടറാണ്. ഒരു പാർട്ട്ണറോട് ഉണ്ട് എനിക്ക്, കോ റൈറ്ററായിട്ട് വിഷ്ണു ഉണ്ട്. വിഷ്ണു കൂടുന്ന വെച്ചിട്ടില്ല. അപ്പോൾ ഭരതനാട്യം നമ്മൾ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആ സിനിമയുടെ OTT സക്സസിൻ്റെ ഭാഗമായിട്ടായിരുന്നു തോമസേട്ടനും സൈജുവേട്ടനും എല്ലാവരും രണ്ടാം ഭാഗത്തിനെ കുറിച്ച് ആലോചനയ്ക്ക് വന്നത്. അതാദ്യം വേണോ വേണ്ടോ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്ലോട്ട് കിട്ടിയപ്പോൾ ഞാൻ അവിടെ അവതരിപ്പിച്ചതായിരുന്നു. അത് വർക്കൗട്ടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയതായിരുന്നു പിന്നെ മോഹിനിയാട്ടത്തിലോട്ടുള്ള യാത്ര. അതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഭരതനാട്യത്തിൻ്റെ ഒരു ഡേ ടു മോർണിംഗ് എന്തായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല, ഇപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ഡേ ടു മോർണിംഗ് വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. സന്തോഷം. ഞാൻ തോമസ് തിരുവല്ല, ഈ സിനിമയുടെ നിർമ്മാതാവാണ്. ഞാനും സൈജുവും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഭരതനാട്യവും ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് നിർമ്മിച്ചത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഓവറോൾ എല്ലായിടത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ വരുന്നു. അതോടൊപ്പം തന്നെ സിനിമ കാണുന്നവർക്കൊക്കെ ഒരുപാട് എൻഗേജായി സന്തോഷത്തോടു കൂടി വിളിച്ചു പറയുമ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ പേരിൽ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ വെയിറ്റിംഗ് ആയിരുന്നു. എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലാണ്ടായി പോയി. നമസ്കാരം, എൻ്റെ പേര് സന്തോഷ് കെ നായർ. ഞാൻ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു മലയാള പടം ചെയ്യുന്നത്. അതെന്തോ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് വന്ന് വീണതാണ്. അതിൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ സൈജു തന്നെയാണ് എന്നെ ക്ഷണിച്ചതും അതിൽ വരാൻ കാരണമായതും അദ്ദേഹം തന്നെയാണ്. മറ്റുള്ള എല്ലാ ക്രൂവും ഇത്രയും സഹകരിച്ച് ചെയ്തൊരു പടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇതുവരെ ഞാൻ ചെയ്തതിൽ കാട്ടിലും ഒരു വ്യത്യസ്തമായ ഒരു വേഷം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. വിത്ത് എ ഡിഫറെൻറ്റ് മേക്കപ്പ്, പിന്നെ എല്ലാവരുടെ ആ സഹകരണം. എൻ്റെ ജന്മം നൽകിയ പാരൻസ് എന്നെ വിട്ടുപോയി വർഷങ്ങളായിട്ട്. പക്ഷെ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ ഒരു 65 വയസ്സായ ഒരു കുഞ്ഞിന് റീബർത്ത് നൽകി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. ഒരു റീ എൻട്രി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവണമെന്നാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതും. ഇതൊരു വളരെ ഹിറ്റായിട്ട് മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ക്രൂവിന് എല്ലാവർക്കും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ കലാരഞ്ജിനി. എൻ്റെ ശബ്ദം ഇതാണ്. പിന്നെ സരസ്വതി അമ്മ എന്നുള്ള ക്യാരക്ടർ എന്നിൽ ഭരതനാട്യത്തിൽ എന്നിൽ തരുമ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. ഞാൻ ഒരുപാട് നാളായി വർക്ക് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എന്നിൽ ഈ ക്യാരക്ടർ തരുന്നത്. കൃഷ്ണദാസ് എഴുതി വെച്ചിരുന്നത് തന്നെ ഈ ക്യാരക്ടർ സരസ്വതി അമ്മ കലാരഞ്ജിനി, അതെന്ത് വിശ്വാസമാണെന്ന് എനിക്കറിയില്ല. അത് എന്നിൽ കൊടുത്ത വലിയൊരു ക്യാരക്ടർ അത് മാക്സിമം ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഈ ഒരു സഹകരണം, അതാണ് ഇതിൻ്റെ വിജയം. ഭരതനാട്യം കഴിഞ്ഞു അതെന്തുകൊണ്ട് അത്രയും നന്നായിട്ട് പോയില്ല
വലിയ വിഷമമായിരുന്നു. അതിൻ്റെ വിഷമം ഇതിൽ തീർത്തു. ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇത് ഇത്രത്തോളം നന്നാക്കാൻ ശ്രമിച്ചത്. അതിന് മെയിൻ സൈജു, ഞങ്ങളുടെ തോമസ് സാർ, പിന്നെ ഇദ്ദേഹം ഞങ്ങളുടെ കൃഷ്ണദാസ്, പിന്നെ വേറൊന്ന് കൃഷ്ണദാസിൻ്റെ ഒന്നും നമുക്ക് ഞങ്ങളോടൊന്നും നിർബന്ധിച്ച് പറയില്ല, ഇന്നത് ചെയ്യണം, ഇങ്ങനെയാണ് വേണ്ടുന്നത്, ഒന്നും പറയില്ല. എന്നാൽ പറയാതെ പറഞ്ഞ് ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന് അത് വലിയൊരു കഴിവാണത്. അദ്ദേഹത്തിന് നന്ദി. ഈ ഒരു ക്യാരക്ടർ തന്നതിനും എൻ്റെ ശബ്ദം സാധാരണ എല്ലാവരും ധൈര്യത്തോടെ പറയില്ല, ഈ ശബ്ദം തന്നെ വേണമെന്ന് പറഞ്ഞ് ഇതിനെ എനിക്കൊരു ധൈര്യം തന്നത്. ഭയങ്കര മടിയായിരുന്നു എൻ്റെ ശബ്ദം പുറത്തു കൊണ്ടുവരാൻ, ആരോടെങ്കിലും സംസാരിക്കാൻ, മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്കൊരു ചമ്മലാത്. പക്ഷെ അതല്ല, ഈ ശബ്ദം നാട് കേൾക്കണം, എല്ലാവരും അറിയണം. എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ സരസ്വതി അമ്മ ഈ ശബ്ദത്തിൻ്റെ ഉടമയാണ് എന്ന് പുറത്ത് കൊണ്ടുവന്ന് അതിന് ഒരുപാട് നന്ദി. പിന്നെ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടാവുമല്ലോ, വിജയിപ്പിക്കണം, എല്ലാവരും പറഞ്ഞ് വിജയിപ്പിക്കണം. പിന്നെ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പടം കണ്ടിരിക്കാനാണ് പറയുന്നത്, ചാടി കടിക്കാൻ പറയുന്നില്ല. അതെന്ത് വർത്താനമെന്ന് മനസ്സിലായില്ല. ഒന്ന് കണ്ടിരിക്കാമെന്ന് പറഞ്ഞു. കണ്ടിരിക്കുക, കാണുക, അങ്ങനെ പറഞ്ഞു എന്നെ വിളിച്ചിട്ട്. ചേച്ചി ഒന്ന് കണ്ടിരിക്കുക, അത്ര തന്നെ. വളരെ മോശമായിട്ട് കണ്ടിരുന്നാൽ മതി, കാണണം എന്നേ ഉള്ളൂ. കേട്ടോ? നന്ദി. ഇതെന്നെ എന്തൊരു കോമഡി ചേച്ചി. നമസ്കാരം, എൻ്റെ പേര് ശ്രീജ രവി. ഞാൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണിപ്പോൾ. ഈ പടത്തിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് രുക്മിണി അമ്മ എന്നാണ്. അതിനാദ്യമായിട്ട് എനിക്ക് ഈ റോളിന് എന്നെ വിളിച്ച ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സിനും എല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അക്കൂട്ടത്തിൽ എന്നെ ഒരുപാട് ഭരതനാട്യം സമയത്ത് ഡയലോഗ്സിന് വേണ്ടിയൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സാംസണിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ, പ്രത്യേകിച്ചും ചേച്ചി പറഞ്ഞ പോലെ ഈ പടം വിജയിപ്പിക്കണം എന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇന്നലെ ഞങ്ങൾ 1-2 വിസിറ്റിന് പോയപ്പോൾ തന്നെ ഓഡിയൻസിൻ്റെ കൂട്ടത്തിലിരുന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവരും രസിക്കുന്നുണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് ആ കയ്യടിയും ചിരിയും അട്ടഹാസമൊക്കെ കേൾക്കുമ്പോൾ അതാണ് ഞങ്ങൾക്കുള്ള റിസൾട്ട്. അപ്പം ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം തന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ ബാക്കിയുള്ള എല്ലാം ഉണ്ടാവും. ഡയറക്ടർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എല്ലാവരും ഒരു പ്രൊഡ്യൂസർ നിലനിന്നില്ലെങ്കിൽ ഇല്ല. അപ്പോൾ അത് മാത്രം പരിഗണിച്ചല്ല, പടം അസല് പടമാണ്, അടിപൊളി പടമാണ്. നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും അത് അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പടം ഇപ്പോൾ ഹിറ്റാണ്, ഇനിയൊരു സൂപ്പർ ഹിറ്റിലേക്ക് മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹലോ, എൻ്റെ പേര് ശ്രുതി സുരേഷ്. ഞാനിതിൽ ശ്രീലത എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, സൈജു ചേട്ടൻ ഏകദേശം 150ഓളം സിനിമ ചെയ്ത ഒരാളാണ്. ഞാൻ ഇന്ന് വരെ സൈജു ചേട്ടൻ ഇങ്ങനെ ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത് അത്രത്തോളം സന്തോഷവും ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഒരു സിനിമയുടെ സക്സസ്സിനൊക്കെ അപ്പുറം ഒരു ഫാമിലി ആയിട്ട് എന്തോ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഭരതനാട്യം ഇറങ്ങിയ സമയത്ത് തിയേറ്റേഴ്സിൽ അത് മോശം സിനിമയായി പോയതിലല്ല, അത് തിയേറ്റേഴ്സിൽ അംഗീകരിക്കപ്പെടാതെ പോയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു. ഇന്നലെ ആണെങ്കിൽ പോലും രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ആ സിനിമ തിയേറ്റേഴ്സിൽ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴും ഞങ്ങളുടെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ, എല്ലാവരും തിയേറ്റേഴ്സിൽ കാണുമോ എന്നുള്ളത്. പക്ഷേ വൈകിട്ട് ഞങ്ങൾ എല്ലാവരും തിയേറ്റർ വിസിറ്റ്സിന് പോയ സമയത്ത് ലൈവായിട്ട് ആ ഒരു അപ്ലോസും ചിരിയും എല്ലാം കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക, എല്ലാവരും ഒരു ഇമോഷണൽ മൊമെൻറ്റിൽ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ പറയുന്നത്, സിനിമ തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ട്രൈ ചെയ്യണം. പിന്നീട് അയ്യോ ഞങ്ങളിത് മിസ്സായി പോയി എന്ന് പറയാതെ
തിയേറ്റേഴ്സിൽ പോയി കാണണം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ എന്നെ ഇൻക്ലൂഡ് ചെയ്യിച്ചതിന് ദാസേട്ടനും സൈജു ചേട്ടനും തോമസ് സാറിനും എല്ലാവർക്കും, എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും തിയേറ്റേഴ്സിൽ പോയി കാണണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ ദിവ്യ. ഞാനിതിൽ ശാന്തി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്യുന്നത്. ഭരതൻ നായർ മൂത്ത മകൾ. എൻ്റെ സഹോദരങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് പലരും, ഇവനൊക്കെ. അപ്പോൾ ഇതിൽ മൂത്ത മകൾ എന്നുള്ള ഉത്തരവാദിത്വമൊക്കെ കൃത്യമായി ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് സിനിമയിൽ വിശ്വസിക്കുന്നത്. ഇതിലേക്ക് ഏറ്റവും അവസാനമാണ് ഭരതനാട്യത്തിൽ ഞാൻ ജോയിൻ ചെയ്തത്. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. കാരണം ഭരതനാട്യമാണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, അവർ എൻജോയ് ചെയ്യുന്നു എന്നറിയുമ്പോൾ വളരെ വലിയ സന്തോഷമാണുള്ളത്. നമുക്കിത് ഒരു ഫാമിലി മൂവിയാണ്, ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം മോഹിനിയാട്ടത്തിൽ കുറേ സംഭവബഹുലമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഒന്നിച്ച്. അത് സിനിമയിലുടനീളം ഞങ്ങളുടെ ഒരു യൂണിറ്റി തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പ്രൊഡ്യൂസറാണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും ക്യാമറയാണെങ്കിലും യൂണിറ്റ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ അവസരം തന്ന പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഡയറക്ടറിനാണെങ്കിലും ദൈവത്തിനാണെങ്കിലും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും സിനിമ കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. നമസ്കാരം, ഞാൻ സ്വാതിദാസ് പ്രഭു. ഞാനിതിൽ ഗോപൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി മുഖം വന്നുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ദാസൻ വീണ്ടും വിളിച്ച്, ഞാനും ദാസനും കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ്. ഞങ്ങളൊരു സിനിമയൊക്കെ സ്വപ്നം കണ്ടു തുടങ്ങുന്ന സമയം തൊട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ, ആരും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് ദാസനെ അറിയാം, ദാസൻ എന്നെ അറിയാം. അപ്പോൾ ഒരു ദിവസം റാൻഡമായിട്ട് ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുമ്പോഴാണ് ഞാൻ ദാസനെ കാണുന്നത്. അപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ 2 പാറാവുകാരായിട്ട് ഞാനും ദാസനും അയാളുടെ പുറകിൽ അപ്പുറം നിൽക്കുകയായിരുന്നു ആ പരസ്യത്തിൽ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദാസൻ എന്താണ് പരിപാടി, സിനിമ എന്തെങ്കിലും? അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരു പ്ലാൻ ഉണ്ട്, ഇങ്ങനെ ആലോചനകളുണ്ട്, പറഞ്ഞാൽ അടിപൊളിയാക്കി എന്തായാലും നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ദാസൻ വിളിക്കുന്നു. ദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഫ്രീ ആണ്? പറഞ്ഞാൽ എന്ത്, ഒരു പരിപാടി ഉണ്ട്, ചെയ്താലോ? ഞാൻ പറഞ്ഞാൽ ഓക്കെ. അങ്ങനെയാണ്. അപ്പോൾ അന്ന് ആ പരസ്യം ഞാൻ ആദ്യം വേണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അന്ന് ആ പരസ്യത്തിൽ പോയതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റി. അപ്പോൾ അതിൽ ആദ്യം തന്നെ ദാസനോടൊരു വലിയ നന്ദി. അതേപോലെ സൈജു ചേട്ടനോടും തോമസ് ചേട്ടനോടും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനൊരു വേദിയിൽ ഇരിക്കാൻ പറ്റുക എന്നുള്ളതും ഇത്ര നല്ലൊരു സിനിമയുടെ ഭാഗമായി തീർന്നു എന്നുള്ളതും ഒരുപാട് പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ ഇനി കാണാത്തവരും കൂടെ ഈ പടം കണ്ട് നിങ്ങളത് മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഞാൻ ജിനിൽ റക്സ. ഇതിൽ അരുങ്കാശേട്ടാണ് അഭിനയിച്ചേക്കുന്നത്. ഈ സിനിമ തന്നെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ ദാസേട്ടനാണ് ഞങ്ങളെ ഈ സിനിമയിലോട്ട് വിളിച്ചത്. റേഷൻ കടയിലേക്കാർ തരുന്ന സംഭവം. പക്ഷേ ഈ സിനിമക്കപ്പുറം ഈ ഒരു കുടുംബത്തിനെ കിട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇച്ചിരി മോശം പരിപാടിയൊക്കെയാണ്. ഇപ്പം കുടുംബം ഒരു വേറെ ലെവലായി. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് ജീവൻ റക്സ. ഞാനിതിൽ അജയ് ഘോഷായിട്ട് അഭിനയിക്കണേ. ശ്രീജാമയാണ് എൻ്റെ അമ്മ. ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കണ സമയത്താണ് ദാസേട്ടൻ വഴിത്തിരിവായിട്ട് വന്നത്. പിന്നെ നല്ല ഒരു കുടുംബം തന്ന് ഞങ്ങളെ ഉൾക്കൊള്ളിച്ച് സഹിച്ചേട്ടനും തോമസേട്ടനൊക്കെ ഇതിൽ അങ്ങനെ ആഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയെന്ന് വിശ്വസിക്കണം. അപ്പം എല്ലാവരും പടം കണ്ട് നല്ല അഭിപ്രായം പറയുക, അത് മാത്രം പറയണേ. നമസ്കാരം. കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ അതിയായ സന്തോഷമുണ്ട്. കാര്യം ഈ മൊമെൻ്റ് വരെ ആളുകൾ നമ്മളെ വിളിക്കുകയും അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ആളുകൾ നമ്മളെ മെൻഷൻ ചെയ്ത ഓരോ സ്റ്റോറി നോക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഞാനൊരു 10, 100, 150, 200 സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു നെഗറ്റിവിറ്റി കൂടിയുള്ള സ്റ്റോറി ഷെയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു യുനാനിമസ്ലി ആളുകളിലേക്ക് എത്തി, അല്ലെങ്കിൽ ആരും നെഗറ്റീവ് പറയേണ്ട, എല്ലാവരും പോസിറ്റീവ് മാത്രം പറയുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് സിനിമ എത്തി എന്ന് പറയുന്നതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. പലപ്പോഴും നമ്മളങ്ങനെ ഭയങ്കര വലിയ സിനിമകളുടെ ഭാഗമല്ലാതെ കൊച്ചു സിനിമകൾ ചെയ്യുമ്പോൾ
ഒരുപക്ഷെ ആ സിനിമകൾ നല്ലതാണെങ്കിൽ കൂടി നമുക്ക് പല കാരണങ്ങൾ കൊണ്ടിട്ട് ആളുകളിലേക്ക് ആ സിനിമ എത്തിക്കാൻ പറ്റാതിരുന്ന് ഈ സെക്കൻഡ് ഡേ രാവിലെ മെജോറിറ്റി ടൈം നമ്മൾ ഭയങ്കര ഡിപ്രഷനിലും കരച്ചിലൊക്കെ മോഡിൽ നിൽക്കുന്ന ആ സോണിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഈ പറയുന്ന ഇങ്ങനെ ഒരു സിനിമ ഡെഫിനറ്റ്ലി ഭരതനാട്യത്തിൻ്റെ ഒരു ബാക്കപ്പും അല്ലെങ്കിൽ അത് യുനാനിമസ്ലി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെന്നിരിക്കെ ഇങ്ങനൊരു സിനിമ ഈ ഒരു സ്കെയിലിൽ എടുക്കാൻ ധൈര്യം കാണിച്ച പ്രൊഡ്യൂസേഴ്സിനെയാണ്. കാര്യം അപ്പോൾ അങ്ങനൊരു സിനിമ നന്നായിട്ട് ഉണ്ടാക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ നന്നായി പരസ്യം കൊടുക്കുക, അതിന് നല്ല റിലീസ് ഉണ്ടാവുക, അത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ മൊമെന്റ് വരെ അല്ലെങ്കിൽ വിജയിക്കുകയും അത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തത് അതിയായ സന്തോഷമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചത് കുറച്ചും കൂടി പേഴ്സണലായിരുന്നു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്നേഹിക്കുന്ന ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ അതിൽ സൈജു ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ സൈജു ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, പിന്നെ കൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് ഭയങ്കര പേഴ്സണലായിട്ട്, ഇപ്പോൾ ഞാനിതിൽ അഭിനയിക്കുമ്പോൾ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്, പക്ഷെ ചില സിനിമകൾ നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടും ഭയങ്കര പേഴ്സണലായിട്ടും എടുത്തിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ ഷോട്ടിലും നമുക്ക് അതിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുക, ഒരു പക്ഷേ ഒരു ഓക്കെ ടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതൊരു ടേക്ക് പോയിട്ട് ഇതിലും ബെസ്റ്റ് ആകുമോ എന്ന് പറയുന്നൊരു പ്രതീക്ഷയില്ല. അപ്പം അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു ഹിറ്റ് ചാർട്ടിലേക്ക് സിനിമ എത്തി എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തിക്കുക, കൂടുതൽ ആളുകളെ ഈ സിനിമ കാണിക്കുക എന്ന് പറയുന്നൊരു മിഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നതിൽ അതിയായ സന്തോഷം. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സിനിമ കാണട്ടെ, സിനിമ വലിയ ഹിറ്റാകട്ടെ. താങ്ക് യു. നമസ്കാരം. ആദ്യമേ ക്ഷമ ചോദിക്കുന്നു, പെട്ടെന്ന് അച്ഛനെ ഓർത്തുപോയി, അതുകൊണ്ടാണ്. ഇന്ന് രാവിലെ അമ്മ രാവിലെ എണീറ്റ് വന്നപ്പം എന്നോട് പറഞ്ഞു, എടാ 21 വർഷത്തെ എൻ്റെ പ്രാർത്ഥനയാണ് ഈ ഒരു ദിവസം കാണാൻ വേണ്ടി. അപ്പം പെട്ടെന്ന് ഞാൻ സന്തോഷിക്കുന്നതിന് പകരം അച്ഛനെ പറ്റി ഓർത്തു. അച്ഛനത് കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. എനിവേസ്, നമ്മളെല്ലാവരും എന്നും ജീവിച്ചിരിക്കില്ലല്ലോ. സോ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ എല്ലായിടത്തും എല്ലാവരും ഇപ്പം വിനയ് പറഞ്ഞ പോലെ എവിടെയും നല്ല റെസ്പോൺസസ്, സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ പുറത്തിറങ്ങിയാൽ ആൾക്കാർ നമ്മളോട് പറയുന്നതൊക്കെ ഇങ്ങനെ ഒരു സിനിമ വല്ലപ്പോഴുമൊക്കെ എല്ലാവരുടെയും കരിയറിൽ സംഭവിക്കുന്നതാണ്. അത് അറ്റ് ലാസ്റ്റ് എൻ്റെയും തോമസ് ചേട്ടൻ്റെയും കൃഷ്ണദാസിൻ്റെയും ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ചെന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം. ഭരതനാട്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഭരതനാട്യം റിലീസായ സമയത്തുള്ള എൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാരും ഒക്കെ എൻ്റെ ഇൻ്റർവ്യൂസ് ആ സമയത്ത് കണ്ടു കാണും. ആ സമയത്ത് എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. 2 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ 2ാം ഭാഗം വരുമ്പോഴത്തേക്കും ഉള്ള എൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്. അത് ഒരു വലിയ ഓഡിയൻസിൻ്റെയും ദൈവത്തിൻ്റെയും കരുണയാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. വീണ്ടും ഞങ്ങൾ ഒന്നിക്കുന്നു. നമ്മുടെ സിനിമയിൽ കാണിച്ച പോലെ ഇതിൻ്റെയൊക്കെ പ്രചോദനം ഉറപ്പായിട്ടും മിഥുൻ വേനൽ തോമസ് തന്നെയാണ്. ആദ്യത്തെ പടം പ്രശ്നമായിട്ടും അതിൻ്റെ 2ാം ഭാഗമായിട്ട് വരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ 2ാം ഭാഗം വന്നപ്പം ആൾക്കാർ, ഓഡിയൻസ് നമുക്ക് തന്ന ഫീഡ്ബാക്കാണ് ഒരു 10 മടങ്ങ് മേളിലാണ് ഫസ്റ്റ് പാർട്ടിനേക്കാളും. അതാണ് ഇത് വിജയിക്കാൻ കാരണം. ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയായിരുന്നു ഇത് 10 മടങ്ങ് മേളിലാണ്, പക്ഷെ അത് ഓഡിയൻസിനും കൂടെ ഫീൽ ചെയ്താലേ ഒരു സിനിമ സക്സസ്ഫുൾ ആവുകയുള്ളൂ. അത് സംഭവിച്ചിരിക്കുന്നു. എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ഡിസ്കവറിയാണ്, കണ്ടെത്തലാണ് കൃഷ്ണദാസ് മുരളി.
ഞാനത് ഈ പടം റിലീസാകുന്നതിൻ്റെ മുമ്പേ ഈ അഭിമാനം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഞങ്ങളുടെ ഈ സിനിമയിൽ എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ആ സമയത്തുള്ള പ്രൊമോ ഇൻ്റർവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ധൈര്യത്തോടെ എനിക്ക് കോൺഫിഡൻസ് സിനിമ റിലീസാകുന്നതിന് മുമ്പ് കാണിക്കാൻ പറ്റിയത്. അത് മോഹിനിയാട്ടത്തിലാണ്. കാരണം എനിക്കറിയായിരുന്നു ഈ സിനിമ എന്നുവെച്ചാൽ ഞാൻ 4-5 പ്രാവശ്യം റിലീസാകുന്നതിന് മുമ്പ് ഈ സിനിമ കണ്ടായിരുന്നു. ഞാൻ ഒരു കഥ സെലക്ട് ചെയ്യണ സമയത്ത് ഒരു സാധാരണ ഓഡിയൻസിനെ പോലെ, അതായത് സിനിമയൊക്കെ എൻ്റെ തലേന്ന് ഞാൻ മാറ്റി ഞാനൊരു സാധാരണ ആൾ കേൾക്കുന്ന പോലെയാണ് ഞാൻ കഥകൾ കേൾക്കുന്നത്. ആ കേട്ടയിൽ അത് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മോഹിനിയാട്ടം സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭരതനാട്യം സെലക്ട് ചെയ്തത്. അതൊരു സിനിമയായി വന്ന് ഇത് 4 പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് ബോറടിക്കാണ്ട് വന്നപ്പം എനിക്ക് തന്നെ മനസ്സിലായി ഈ പടം ഏക്കുമെന്നുള്ളത്. അന്ന് അതുകൊണ്ടാണ് ഞാൻ ആ കോൺഫിഡൻസിൽ അത്രയും പറഞ്ഞത്. നാച്ചുറലി നമ്മൾ ഇപ്പം ഒരു സോഷ്യൽ മീഡിയയുടെ ത്രൂവോ അല്ലെങ്കിൽ നേരിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നി ആ കോൺഫിഡൻസ് ഞാൻ ഇപ്രാവശ്യമെങ്കിലും കാണിക്കണം, അല്ലെങ്കിൽ ഓഡിയൻസിന് വീണ്ടും ചിലപ്പോൾ സംശയം വരും. പക്ഷേ ആ കോൺഫിഡൻസ് ഓഡിയൻസിലേക്കും എത്തി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മീഡിയയ്ക്ക് ഒരുപാട് നന്ദി, ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ എന്നെ വിശ്വസിച്ച് എന്നെ പാർട്ട്ണറാക്കിയ തോമസ് തിരുവല്ല, അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. കൃഷ്ണദാസിനെ പോലെ ഡെബ്യൂട്ടൻ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് എന്നെ വച്ച് അവരുടെ കരിയർ തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവരുടെ ജീവിതം കരിയർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഒരു മെയിൻ ഭാഗമാണ്. അത് എന്നെ ഹീറോ ആക്കി പടം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കൃഷ്ണദാസ് ഉൾപ്പെടെ എന്നെ വച്ച് പടം ചെയ്ത ഡെബ്യൂട്ടൻ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുവാണ്. കാരണം അത് അത്രയും വലിയ റിസ്ക്കാണ് എന്നെ പോലത്തെ ഒരാളെ വെച്ച് അവരുടെ കരിയർ തുടങ്ങുക എന്നുള്ളത്. സോ ഐ റെസ്പെക്ട് ദം ഫോർ ദാറ്റ്. ഞാൻ എപ്പോഴും മുൻഗണന കൊടുത്തിരിക്കുന്നത് അവർക്കാണ്. എനിക്കൊരു സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആ സംവിധായകനും ആ റൈറ്റർക്കും ആ പ്രൊഡ്യൂസർക്കും ഞാൻ ഏറ്റവും ആദ്യം ഡേറ്റ്സ് കൊടുക്കും. ആ ഡേറ്റ്സ് ഞാൻ തെറ്റിക്കില്ല. എനിക്കും പുറത്തുനിന്നൊക്കെ ഓഫേഴ്സ്, ഐ മീൻ അതർ ലാംഗ്വേജസ് നിന്നൊക്കെ ഓഫേഴ്സ്, നല്ല വലിയ പടങ്ങളിൽ എനിക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ. പക്ഷേ അവിടെ ഞാൻ ഡേറ്റ് കൊടുത്താൽ ഒരു ഡെബ്യൂട്ടൻ ഡയറക്ടറും ആ ഡയറക്ടറിൻ്റെ ഫാമിലിയും ഭാര്യയും അമ്മയും മക്കളും അച്ഛനും ഫ്രണ്ട്സും ഒക്കെ ആ പ്രൊജക്റ്റ് നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ അവിടെ ആ സമയത്ത് തെലുങ്ക് പടമൊന്നും പറഞ്ഞുകൊണ്ട് പോയാൽ എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് കാണുന്നില്ല, ഓഫേഴ്സ് ഒന്നും വരുന്നില്ല എന്ന്. വരാത്തതുകൊണ്ടല്ല, പക്ഷെ ഞാൻ ഇവിടെ കമ്മിറ്റ് ചെയ്ത് ഇത് ആദ്യം പാലിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം എൻ്റെ അമ്മയച്ഛനും അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും ഒരു പ്രൊജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഒരു ഡെബ്യൂട്ടൻ്റ് വരുന്ന സമയത്ത് അവിടെ എനിക്ക് പറയാൻ വളരെ ഈസിയാണ്, അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് അടുത്ത മാസം വേണ്ട, നമുക്കൊരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന്. പക്ഷേ ദാസൻ തന്നെ, കൃഷ്ണദാസ് തന്നെ, തോമസ് ചേട്ടനെ ഞാൻ ദുബായ് വെച്ച് കണ്ട് തോമസ് ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു വല്ല നല്ല കഥകളും കേട്ടോ. ഞാൻ 2 കഥകൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് ദാസൻ പറഞ്ഞ ഭരതനാട്യത്തിൻ്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, അത് കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൃഷ്ണദാസിൻ്റെ പറഞ്ഞു. അപ്പോൾ കൃഷ്ണദാസ് എന്നോട് ഒരു 3-4 മാസം മുമ്പാണ് ആദ്യമായിട്ട് എന്നോട് ഈ കഥ പറയുന്നത്. ഞാൻ പറഞ്ഞത് നീ ഭയങ്കര ലക്കിയാണ്, ഇത്രയും പെട്ടെന്ന് പ്രൊജക്റ്റ് ആയില്ലേ, ഒരു പ്രൊഡ്യൂസറെ കിട്ടിയില്ലേ. അപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞു ചേട്ടാ അത് ശരിയാണ്, പക്ഷേ 3 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കറിയാം. വെൽ എക്സ്പ്ലെയിൻഡ്. എന്നുവെച്ചാൽ ആ 3 വർഷം നമ്മൾ കാണുന്നില്ല, ഞാൻ ആ 4 മാസം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ദാസിന് ഡേറ്റ് കൊടുത്തിട്ട് പിന്നെ ഞാനൊരു തെലുങ്ക് പടത്തിൽ അഭിനയിച്ചിട്ട് വരാം, എനിക്ക് വേണമെങ്കിൽ കൺവിൻസ് ചെയ്യാം. തെലുങ്കിൽ അഭിനയിച്ചാൽ ചിലപ്പം നമുക്ക് കുറച്ചുകൂടെ അവിടെ ഒരു റീച്ച് കിട്ടും, അപ്പോൾ നമുക്ക് നമ്മുടെ പടത്തിനും ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഏതൊരു ഡെബ്യൂട്ടൻ ഡയറക്ടറും സമ്മതിക്കും. പക്ഷേ ഞാനത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് എന്നെ അതർ ലാംഗ്വേജിലും കാണാത്തത്. ഞാൻ ഇത്തരം കാര്യം പറഞ്ഞത് നമ്മുടെ സിനിമയായിട്ട് റിലേറ്റഡ് അല്ല. പക്ഷേ ഈ പടം അല്ലെങ്കിൽ ഭരതനാട്യം
ദാസൻ എന്നെ വെച്ച് ചെയ്തു. അവൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ ഹീറോ ആക്കിയാണ്. അവനിൽ എന്നെക്കാളും വിശ്വാസം കൃഷ്ണദാസനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡെബ്യൂട്ടൻ്റ് ആയിട്ട് എന്നെ വെച്ച് പടം ചെയ്ത ആൾക്കാർക്ക് എന്നെക്കാളും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും നന്ദി. താങ്ക്സ് അലോട്ട് മീഡിയ, താങ്ക്സ് ഓഡിയൻസ്, ലവ് യു ഓൾ. ഒരുപാട് സപ്പോർട്ട് കിട്ടി. ഓഡിയൻസ് കാരണം മാത്രമാണ് ഇന്ന് ഇത്രയും സന്തോഷത്തോടെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നത്. എൻ്റെ മുഖത്ത് ചിരിയില്ല, പക്ഷെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ദിവ്യയുടെ ഒരു ഡയലോഗുണ്ട് മോഹിനിയാട്ടത്തിൽ. ഞാൻ ദിവ്യയോടൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് ആർക്കും എന്തോ ഒരു കൂസലില്ലാത്തതെന്ന്. അപ്പോൾ ദിവ്യയുടെ ഡയലോഗാണ്, കൂസലൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളത് കാണിക്കാത്തതാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ ഞാനിപ്പോഴൊരു സ്വപ്നലോകത്താണ്. ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നുണ്ടോ? ഇത്ര ആൾക്കാരൊക്കെ തിയേറ്ററിൽ കയറുന്നുണ്ടോ? ഇത്രയൊക്കെ റെസ്പോൺസസ് ഇത് ശരിക്കും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു ഇതിലാണ്. അപ്പം ഞാനൊരു 2 ദിവസം കൂടെ എടുക്കുമെന്ന് തോന്നുന്നു ഇതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി, റിയാലിറ്റിയിലേക്ക് വരാൻ. അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണുമ്പം ഞാൻ ഒരുപാട് സന്തോഷവാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ മുഖത്തുനിന്ന് തന്നെ കിട്ടും. ഇപ്പം എൻ്റെ സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ അടുത്ത പ്രാവശ്യം എൻ്റെ ബോഡി ലാംഗ്വേജിലും മുഖത്തും ഒക്കെ ആ സന്തോഷം കാണും. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. സൽമാൻ. ഹലോ, ഡയറക്ടറിനോടാണ്. ഭരതനാട്യം നമുക്കറിയാവുന്ന പോലെ തന്നെ OTT-യിലാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്, ഒരു തിയേറ്ററിൽ വിജയിക്കാത്തൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഇനിഷ്യേറ്റീവിൽ നമുക്ക് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം, ഇത് തിയേറ്ററിൽ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ ഇനിഷ്യേറ്റീവിൽ എടുത്തിട്ടുള്ള കുറച്ച് പ്രിക്കോഷൻസ് എന്തായിരിക്കും മോഹിനിയാട്ടത്തിൽ? ഭരതനാട്യം ഇപ്പോൾ OTT-യിൽ സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം തിയേറ്ററിൽ അത് വർക്കൗട്ട് ആവാതെ പോയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ആ സമയത്ത് വരുന്ന റിവ്യൂസിൽ നിന്നും പിന്നെ നമ്മുടെ ഒരു അനാലിസിസിൽ നിന്നും മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊന്നായിരുന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അതിലോട്ടേക്ക് പടം എത്തിക്കണം എന്നുള്ളത് ആ ഒരു റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കുറേ കൂടെ ഇവൻറ്റ്ഫുൾ ആക്കണം. ഭരതനാട്യം ഒരൊറ്റ ഇവൻറ്റിലായിരുന്നു പടം മൊത്തം കറങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഇവൻറ്റ്ഫുൾ ആയിരിക്കണം, ഓരോ പോയിന്റ് കഴിയുമ്പോഴും പടത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതും നമ്മുടെ റൈറ്റിങ്ങിലുണ്ടായിരുന്നു. അതുപോലെ ഭരതനാട്യം ആക്ച്വലി ഞാനൊരു കോമഡി പടം എന്നുള്ള രീതിയിലല്ലായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്തത്. അതൊരു ഫാമിലി ഫീൽ ഗുഡ് പടം, ഹ്യൂമർ ഫ്ലേവറിൽ പറയുന്നു എന്നേ ഞാൻ അതിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും കുറേ പേര് പറഞ്ഞു കോമഡി കുറവായിരുന്നു എന്നും കണ്ടിരുന്നു. അപ്പോൾ പിന്നെ അത് ഇതിൽ തീർക്കാമെന്നുള്ളതുകൊണ്ട് കോമഡിയും നമുക്ക് വേണ്ടോളം വേണം എന്നുള്ളതുണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിലോട്ടേക്ക് എത്തിയത്. മോഹിനിയാട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഹ്യൂമറാണ്, ഒപ്പം തന്നെ ഒരു ചെറിയൊരു ക്രൈം, ചെറുതല്ല ഒരു ക്രൈം സംഭവിക്കുന്നുണ്ട്. അത് ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ക്രൈമിനെ എങ്ങനെ നോർമലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊരു ലീഗൽ സൈഡ് ഉണ്ടാവുമോ, അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട്? അല്ല, ഞാൻ അങ്ങനെ അതിലോട്ട് കൂടുതൽ പോകാറില്ല. കാരണം എല്ലാതരം സിനിമകളും വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത്തരം സിനിമകൾ കാണാൻ എനിക്കിഷ്ടമാണ്. കാണാൻ എന്ന് പറഞ്ഞിട്ട് ഞാനത് കണ്ട് ആൾക്കാരെ കൊല്ലാൻ പോവില്ല. അപ്പോൾ അത്തരത്തിൽ തന്നെ എടുക്കുന്നൊരു വലിയൊരു സമൂഹം ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. സിനിമയാണ്, ഇപ്പോൾ അത് അങ്ങനെ പോയാൽ പോലെ. സൈചേട്ടാ നമസ്കാരം. സൈചേട്ടൻ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, ഒരു ട്രെയിലറിൽ ഒരു സിനിമയുടെ പൂജയ്ക്ക് വന്ന സമയത്താണ് ഫസ്റ്റ് ചേട്ടൻ പറഞ്ഞത് മോഹിനിയാട്ടം, ഭരതനാട്യം കഴിഞ്ഞ് ഇനി ഒരു മോഹിനിയാട്ടം തുടങ്ങാൻ പോവാണ് എന്ന്. അന്ന് എല്ലാവരും അതൊരു തമാശയായിട്ടായിരുന്നു എടുത്തിരുന്നത്, ഒരു ട്രോള് പോലെ, അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഒരു. പക്ഷെ ആ പറഞ്ഞ വാക്ക് ഇന്നത് യാഥാർത്ഥ്യമായി പ്രേക്ഷകർ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഏറ്റെടുക്കുന്നു. തിയേറ്ററുകളിൽ ഭയങ്കര രസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു എന്താ പറയുക, കഷ്ടപ്പെട്ട് ജയിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, ആ ഒരു കിക്കിലാണ് ചേട്ടൻ ഇപ്പം നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു.
അപ്പോൾ ഏതൊക്കെ തോന്നി ഈ ഒരു മൊമെന്റ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അന്ന് കളിയാക്കിയവരും അല്ല അന്ന് വേണ്ടെന്ന് പറഞ്ഞവരും ഇന്ന് വന്നിട്ട് വാവ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അതങ്ങനെയാണല്ലോ. അത് കൊച്ചിലെ തൊട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം നമ്മൾ സെക്കൻഡ് തേർഡിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്നതാണ്. നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കുറവായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിനൊന്നും നമ്മളെ വലിയ വിലയൊന്നുമില്ല. മോണിറ്റർ ആക്കുന്നത് അപ്പോൾ മോണിറ്റർ 1, 2, 3 കാണും. മോണിറ്റർ ആക്കുന്ന നല്ലപോലെ പഠിക്കുന്ന പിള്ളേരെയായിരിക്കും മോണിറ്റർ ആക്കുന്നത്. പക്ഷെ അവർക്ക് മോണിറ്റർ ആകാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് നോക്കാറില്ല. അവരെ ഇവന് കഴിവുണ്ടാകും, പഠിക്കാൻ നല്ലതാണെങ്കിൽ ഇവന് സ്പോർട്സിലും കഴിവുണ്ടാകും, ഇവന് മോണിറ്ററിനും കഴിവുണ്ടാകും, ഇവന് എലിക്യൂഷന് പോലും കഴിവുണ്ടാകും എന്നൊക്കെ ഉള്ളൊരു ധാരണ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കണ്ടു വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഞാൻ സക്സസ്ഫുൾ അല്ലാത്ത സമയത്തും ഒരു ബ്രേക്ക് സിനിമയിലാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്തത്, എപ്പോൾ വേണമെങ്കിൽ ബ്രേക്ക് കിട്ടാം. അപ്പോൾ ഞാൻ അതിന് കാത്തിരിക്കുമായിരുന്നു. അപ്പം താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അക്സെപ്റ്റൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളെ അന്ന് സ്നബ് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ അവോയ്ഡ് ചെയ്ത ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് സംഭവിക്കുന്നുണ്ട്. ആക്ച്വലി അത് ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ സമയത്തും സംഭവിച്ചായിരുന്നു. സോ അതൊരു ഹാപ്പിനെസ് ആണ് ആക്ച്വലി. പിന്നെ അവർ ആ സമയത്ത് നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നൊക്കെ നമ്മളിപ്പം കുറ്റപ്പെടുത്തി നടന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് നമ്മൾ ബോധവാനായാൽ, ഇപ്പം നമ്മൾ എന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. നാച്ചുറലി അത് എനിക്കും അറിയാം. എൻ്റെ അഭിനയം പ്രശ്നമായിരുന്നു. ഞാനൊരു ബോൺ ആക്ടറൊന്നുമല്ല. ഞാൻ സിനിമകൾ, മലയാളം ഇൻഡസ്ട്രി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയം അറിയാഞ്ഞിട്ടും എനിക്ക് ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പം മോഹിനിയാട്ടത്തിലൊന്നും നിൽക്കാൻ പറ്റുന്നത്. എൻ്റെ പല ഓടാത്ത സിനിമകളും ഉണ്ട്. ഇപ്പം 150 സിനിമകളായല്ലോ. അതിൻ്റെ അകത്ത് ഓടാത്ത സിനിമകൾ ഉണ്ട്. ഓടാത്ത സിനിമകളിൽ ഞാൻ ഒരിക്കലും എനിക്ക് ഗിൽറ്റ് ഫീലിങ്ങോ റിഗ്രറ്റോ ഒന്നുമില്ല ആ സിനിമകൾ ചെയ്തതിൽ. കാരണം ആ സിനിമകളില്ലായിരുന്നെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടില്ല. അതെല്ലാം ഓരോ സിനിമകളും എൻ്റെ മൈൽ സ്റ്റോൺസ് ആയിരുന്നു. ഓരോ മേക്കേഴ്സും, ഓരോ പ്രൊഡ്യൂസേഴ്സും, ഓരോ റൈറ്റേഴ്സും, എല്ലാ ടെക്നീഷ്യൻസും, ഇവരൊക്കെ മൈൽ സ്റ്റോൺസ് ആണ് എൻ്റെ കരിയറിൽ. ബട്ട് താങ്കൾ പറഞ്ഞ പോലെ ആ ഒരു കിക്കെന്ന് എനിക്കറിയില്ല, അതിനൊരു കറക്റ്റ് വേർഡ് കിക്കാണോ എന്നറിയില്ല. നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്. പക്ഷേ ഒരു സ്വപ്നലോകത്താണ്. ചെറിയൊരു കിളി പാറിയ പോലത്തെ ഒരു അവസ്ഥ. പക്ഷേ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഈ പോസിറ്റീവ് റെസ്പോൺസ് ഒരുപാട് വരുന്നുണ്ട്. അത് 1-2 ദിവസത്തേക്കേ കാണുള്ളൂ കേട്ടോ. ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞു, ഇന്ന് 2 ദിവസം, നാളെ കിളി തിരിച്ചു വന്നോളൂ. അപ്പോൾ അത് ടെൻഷനില്ല. എന്നുവെച്ചാൽ എനിക്കറിയാം, എനിക്ക് എൻ്റെ ഇമോഷൻസ് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന് പെട്ടെന്ന് കുറേ നാളുകൾക്ക് ശേഷം അച്ഛനെ പറ്റി ആലോചിച്ചു പോയി. എൻ്റെ അമ്മ എപ്പോഴും പറയും, ഞാൻ വീട്ടിൽ ഭയങ്കര ഇമോഷണലാവും അച്ഛനെ പറ്റി ഓർത്തിട്ട്. അമ്മ എപ്പോഴും പറയും, എടാ അച്ഛൻ ജീവിച്ചിരുന്ന അത്രയും കാലം സന്തോഷവാനായിരുന്നു. നിന്റെ ഒരു നല്ല സിനിമ തീവണ്ടി കണ്ടിട്ടാണ് അച്ഛൻ മരിച്ചത്. അച്ഛന് ചേർത്തലയിൽ ചിത്രാഞ്ജലി പോയിട്ട് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് പാരഡൈസിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഹൗസ്ഫുള്ള്. ആ സന്തോഷത്തിലാണ് അച്ഛൻ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ വിഷമിക്കണ്ട. ശരിയാണ്, അച്ഛൻ നല്ലപോലെ ഇരുന്നപ്പോൾ തന്നെ പോയി എന്നൊക്കെ അമ്മ പറയും. അതുകൊണ്ട് നീ സന്തോഷിക്കുക. അച്ഛൻ ബെഡ് റിട്ടേൺ ആയിട്ടല്ല പോയത്. അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ അച്ഛൻ പോയില്ലേ, അതാണ് എൻ്റെ വിഷമം. അപ്പോൾ അച്ഛൻ ഈ ദിവസം ജീവിച്ചിരിപ്പില്ലല്ലോ. അമ്മ ഇന്ന് രാവിലെ പറഞ്ഞപ്പം 21 വർഷത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പം അച്ഛനും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അത്രയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളിന്ന് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇമോഷൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്കും അച്ഛനെ പറ്റി തന്നെയായിരുന്നു ഓർമ്മ. അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് ഡൗൺ ആയത്. എനിവേസ് സോറി പറയേണ്ട ആവശ്യമില്ലെന്നറിയാം, എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു എന്താണ് പ്രസ് മീറ്റിൽ ചിലപ്പോൾ അങ്ങനെ വന്നുപോയാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം നാളെ തൊട്ട് ഞാൻ വളരെയധികം നോർമലായിട്ട് റിയാലിറ്റിയിലേക്ക് വരുന്നതായിരിക്കും. പോയ കളി തിരിച്ചു വരും. എല്ലാ മനുഷ്യർക്കും ഇമോഷൻസ് ഉണ്ട്. അത് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ഇമോഷൻസ് പ്രകടിപ്പിക്കുമ്പോഴാണ് ഹ്യൂമൻ ആവുന്നത് തന്നെ. അപ്പം ഈ പറയുന്ന പോലെ ഇപ്പം മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള ഒരുപാട് ഇന്ന് ഓർക്കുന്ന സൈജു കുറുപ്പ് എന്ന് പറയുമ്പം
അറക്കലബു എന്ന് ഓർക്കുന്ന മലയാളികളുണ്ട് ഇവിടെ. അപ്പൊ അതേപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ. അപ്പൊ പോയ കളി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് കളികൾ പോകാൻ ഒരുപാട് കഥാപാത്രങ്ങൾ ചേട്ടൻ എനിക്ക് കിട്ടട്ടെ. അല്ലല്ല, ആ സമയത്തൊന്നും കിളി പോയിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. സീരിയസ്ലി ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ കരിയറിൽ കിളി പോകൽ പല ടൈപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ഹാപ്പിനെസ് കൊണ്ടുള്ള കിളി പോകലാണ്, അത് ആദ്യത്തെ പ്രാവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പം പല ക്യാരക്ടേഴ്സ് എൻ്റെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അപ്പോഴത്തെ അങ്ങനെ കിളി പോയിട്ടില്ല. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നതാണോ? എൻ്റെ ഒരു സിനിമയ്ക്ക് ഇത്രയും റിവ്യൂസ്. അവർലി ഇപ്പം മിഥുൻ മാനുവൽ തോമസ് എന്നെ വിളിച്ചു, ചേട്ടാ ഇന്നലെ വരെ 1.5 വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ പെർ അവർ ടിക്കറ്റ് ബുക്കിങ്സ്. ആ പുള്ളി എനിക്ക് ടാർഗറ്റ് തന്നുകൊണ്ടിരിക്കുക. ഇതായിട്ട് ഞാനാണ് ആൾക്കാരെ വിടുന്നുള്ള പോലെ. ഇന്ന് 2 to 3,000 അടിച്ചിരിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മിഥുൻ ഇന്ന് അടിക്കും, ഇന്ന് സാറ്റർഡേ അല്ലേ, അപ്പൊ ഉറപ്പായിട്ട് അടിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 2.35 ആയത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി വിധം മാറ്റി. ചേട്ടാ 3 to 4 വരണം കേട്ടോ എങ്ങനെയെങ്കിലും. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ടാർഗറ്റ് തരാതെ, ഈ ടാർഗറ്റ് സെയിൽസിൽ തന്നതുകൊണ്ടാണ് ഞാൻ സെയിൽസ് വിട്ടിട്ട് ഇവിടെ വന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെയും ടാർഗറ്റ്. അപ്പൊ അങ്ങനെയാണ് സംഭവം. അടിപൊളിയാവട്ടെ. താങ്ക് യു. സൈജു ചേട്ടാ ഇവിടെ ഇപ്പം മിഥുൻ ചേട്ടനാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പടം സെക്കൻഡ് പാർട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം സൈജു ചേട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആട് 1, 2, 3 ഉണ്ട്. 1 തിയേറ്ററിൽ പരാജയമായിരുന്നു. ഇവിടെ ഭരതനാട്യം നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ പരാജയമായ സിനിമ സെക്കൻഡ് പാർട്ട് ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ സൈജു ചേട്ടനൊരു ലക്കി സ്റ്റാർ ആയിട്ട് മാറുകയാണ്. അതായത് ലക്കി സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല. അതായത് ഫസ്റ്റ് പാർട്ട് എന്നെ വെച്ച് ചെയ്തിട്ട് ഓടിയില്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്, അപ്പൊ ഈ ഫസ്റ്റ് പാർട്ട് ചെയ്യണമല്ലോ ആരെങ്കിലും. അങ്ങനെ ഒരു നിർമ്മാതാവ് വരില്ല. സെക്കൻഡ് പാർട്ട് ഓട് ഇവനെ വെച്ച് ചെയ്താല് ഫസ്റ്റ് പാർട്ട് അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ചെയ്യും. ഇനി ചെയ്യൂ ചേട്ടൻ. അപ്പോ എന്റെയും ദാസന്റെയും തോമസ് ചേട്ടനെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നില്ല. തോമസ് ചേട്ടൻ്റെ എന്തായിരുന്നു വിഷൻ, സ്വപ്നം മൗനാട്ടം കൊണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാനും ദാസനും ഒരേ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുള്ളൂ. മിഥുനുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതായത് ആടിന് ഫസ്റ്റ് വീക്കിൽ ഒരു ദിവസം വന്ന കളക്ഷൻ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടിയാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന്. അതായിരുന്നു നമ്മുടെ ഒരു. ഇപ്പം പലയിടത്തും മറ്റേ 50 crores 100 crores എന്നൊക്കെ കമൻസും ഒക്കെ വരുന്നുണ്ട്. ഇതൊന്നുമല്ല, നമ്മുടെ സ്വപ്നം ഇതായിരുന്നു ടോട്ടൽ. അത് ഭരതനാട്യത്തിന് മൊത്തത്തിൽ വന്ന കളക്ഷൻ അല്ലേ 2 വർഷം മുമ്പ്. അത് ഞങ്ങൾക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് അതിനേക്കാളും കൂടുതൽ ഓൾമോസ്റ്റ് 1.5 ആണോ കേട്ടോ കാൽക്കുലേഷൻ പറയണത്? 1.5 മടങ്ങ് അല്ലേ? 1.5 മടങ്ങ് കൂടുതലാണ് നമുക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് കളക്ഷൻ വന്നത്. അപ്പൊ പിന്നെ കിളി പോകില്ലേ? തോമസ് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇപ്പം ആദ്യത്തെ പടത്തിൽ ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകരുടെ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഒബിയസ്ലി അഥവാ ഫ്ലോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ വിചാരിച്ച കളക്ഷൻ കിട്ടിയില്ല എന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേ ടീമിന്റെ കൂടെ രണ്ടാമതൊരു ചിത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഉണ്ട്. അല്ലെങ്കിൽ ഒരുതരം വാശിയാവാം. എന്നാൽ പിന്നെ ഈ പടം വിജയിപ്പിച്ച് മോശം പറഞ്ഞവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും എന്നൊരു പ്രൊഡ്യൂസറിന്റെ വാശി കൂടെ ആവാം. ഇന്ന് ആ വാശി സക്സസ്ഫുൾ ആയി നിൽക്കുകയാണ്. വാശി അല്ല, അതുപോലെ ഇതെൻ്റെ 9ാമത്തെ സിനിമയാണ്. അപ്പം സൈജുവും ഞാനും കൂടെ ഇത് 4ാമത്തെ സിനിമയാണ്. മെഹും മൂസയിലെ ആണ് ഞാൻ സൈജുവിനെ പരിചയപ്പെടുന്നത്, യഥാർത്ഥത്തിൽ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. അത് കഴിഞ്ഞ് ഞങ്ങൾ പാപ്പച്ചനൊളിവിലാണ് ചെയ്തു, ഭരതനാട്യം ചെയ്തു, മോഹിനിയാട്ടം ചെയ്തു. ഇതിലെ പ്രധാനമായിട്ട് ഞാൻ കണ്ടത് ഭരതനാട്യം നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പം അതിലുണ്ടായിരുന്ന സിനിമ നന്നായിട്ട് വന്നു, OTTയിൽ ഭയങ്കര അപ്രീസിയേഷൻ വന്നു. പക്ഷേ കൃഷ്ണദാസ് മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപനം കളഞ്ഞിട്ട് ഇവിടെ വന്ന് സിനിമയായിട്ട് നടക്കുമ്പോൾ ഞാനും ഈ സിനിമ ആഗ്രഹിച്ച് നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് ജോലി തേടി വിദേശത്ത് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, കലാപരമായിട്ട് നടന്നൊരു വ്യക്തിയാണ്. അപ്പം കൃഷ്ണദാസിന് എത്രമാത്രം കഴിവുണ്ടെന്നും കൃഷ്ണദാസ് എഴുതിയാൽ എങ്ങനെ ഉണ്ടാകുമെന്നുമുള്ളത് തിരിച്ചറിയാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നന്നായിട്ട്
എഴുതുകയും നന്നായിട്ട്. കൃഷ്ണദാസ് ചിരിക്കത്തില്ല ഒത്തിരി. നമ്മൾ കോമഡി പറഞ്ഞാൽ ഒത്തിരി ചിരിക്കും. ഇപ്പം ഞാൻ എന്തെങ്കിലും കൃഷ്ണദാസിനെ വിളിച്ച് ഒരു കോമഡി ഒരു സാധനം പറഞ്ഞാൽ നമുക്കിങ്ങനെ ആക്കിക്കൂടെ എന്ന് പറഞ്ഞാൽ കൃഷ്ണദാസിന് ഒരു ഡയലോഗുണ്ട്, ആ ചേട്ടാ ആ, ഇത് മാത്രമേ പറയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ. പക്ഷേ കൃഷ്ണദാസ് നല്ല കഴിവുള്ള ഒരു എഴുത്തുകാരനാണ്. മലയാള സിനിമയ്ക്ക് കൃഷ്ണദാസ് വേണം എന്നുള്ള യാതൊരു സംശയമില്ല. അതിൻ്റെ ഭാഗമാണ് മോഹിനിയാട്ടം. ചേട്ടാ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അധ്യാപകന്റെ ലൈഫിൽ നിന്ന് ഒരു സിനിമയിൽ ഇറങ്ങി ഇപ്പം ഒരു എന്താ പറയാ മലയാള സിനിമയിൽ ഒരു വാഗ്ദാനം തന്നെ പറഞ്ഞ പോലെ പറയാൻ പറ്റും. പറ്റില്ലേ? ഞാനത് പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ എന്തായാലും പ്രേക്ഷകരിങ്ങനെ എല്ലാം ഒരു നോർമൽ ഒരു എല്ലാ ടൈപ്പ് ഓഡിയൻസ് ഉണ്ട്. ഫാമിലി ഓഡിയൻസ് ഉണ്ട്, യൂത്തിന്റെ ടൈപ്പ് ഉണ്ട്, ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ മോഹിനിയാട്ടത്തിൽ എല്ലാ ടൈപ്പ് ഓഡിയൻസ് ഒരേപോലെ എൻജോയ് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. ഫാമിലി ആയിട്ട് കാണുന്ന ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നത്, കോമഡി എൻജോയ് ചെയ്യുന്നത്, ഡാർക്ക് ഹ്യൂമർ എൻജോയ് ചെയ്യുന്നത്. അത് ചെറിയൊരു പ്രോസസ് അല്ല. എത്രത്തോളം ടഫായിരുന്നു അത്? അത് ശരിക്കും നമുക്കൊരു പേടി ഉണ്ടായിരുന്നത് സീക്വൽ ചെയ്യുക എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന തോമസ് ചേട്ടനും സൈജു ചേട്ടനും വിളിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് ഭരതനാട്യം പോലെ തന്നെ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ഭരതനാട്യം തന്നെ ഞാൻ ഒരു 3 വർഷത്തോളം കാലം തലയ്ക്കകത്തുണ്ടായിരുന്നു. വീണ്ടും അതേ അച്ഛൻ തന്നെ വാർത്തൊരു പടം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എഴുത്തിലാണെങ്കിൽ പോലും നമുക്ക് ബോറടിക്കുന്നൊരു പരിപാടിയായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ജോണറാണ് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അടുത്തത് ഡാർക്ക് ഹ്യൂമർ ചെയ്യണമെന്ന് വേറെ സബ്ജക്റ്റിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലൊരു തോമസ് ചേട്ടൻ വന്നത് പറഞ്ഞത്. പിന്നെ 2 വട്ടം ആലോചിച്ചപ്പോൾ ഒരു പടം ഇങ്ങോട്ടേക്ക് കിട്ടുന്നില്ല, വെറുതെ എനിക്ക് കളയാതൊക്കെ ഉണ്ടാച്ചിട്ട് പിന്നെ മോഹിനിയാട്ടത്തിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ പേടി ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറിൽ വന്ന സിനിമയ്ക്ക് ഒരു പരിധി വിട്ടപ്പുറത്തേക്ക് എല്ലാവരോട്ടും എത്താറില്ല. ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസിന് മാത്രമാണ് വർക്ക് ആവാറുള്ളത്. കൂടുതലും ഫാമിലി ഓഡിയൻസിലോട്ടേക്ക് അത് എത്താറില്ല എന്നുള്ളൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്കത് അധികം ഇഷ്ടപ്പെടാറില്ല എന്നുള്ളൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് വർക്ക് ചെയ്യാനും ഒരു കിക്കായിരുന്നു. കാരണം നമുക്ക് ഈ ഫാമിലിനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫാമിലിയെ യൂസ് ചെയ്തുകൊണ്ടൊരു ഡാർക്ക് ഹ്യൂമർ സബ്ജക്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മുടെ പടത്തിൻ്റെ ചീഫായിട്ടുള്ള സാംസൺ എപ്പോഴും പറയായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഈ ഡാർക്ക് ഹ്യൂമർ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ ഓഡിയൻസ് ഉണ്ട്. ഇവിടെ മലയാളത്തിൽ വന്ന ഡാർക്ക് ഹ്യൂമർ സിനിമകളൊക്കെ അവർക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഒരു ജനകീയ ഡാർക്ക് ഹ്യൂമർ ഹിറ്റ് ഇവിടെ വന്നിട്ടില്ല. അതാണ് അവനും ഈ പടത്തിലൊരു കിക്ക് ഉള്ളതെന്ന് പറഞ്ഞു. നമുക്ക് അതടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്നുള്ളത് അവൻ എപ്പോഴും പറയായിരുന്നു. ശരിയാ, ഒരു ജനകീയ ഡാർക്ക് ഹ്യൂമർ ഹിറ്റ് വന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ പ്രധാന കാരണം ഫാമിലി ഓഡിയൻസ് ഒന്ന് ബാക്ക് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് അടിക്കണം എന്നുള്ളൊരു ഹൈ നമുക്ക് ഉണ്ടായിരുന്നു. ആദ്യമേ പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജോണറിന് അങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണെന്നുള്ളത് നമുക്ക് ഇതിൽ മാക്സിമം ചെയ്യാൻ പറ്റും. സ്റ്റിൽ മാക്സിമം ഇപ്പോഴും ചെയ്തിട്ടില്ല. കാരണം ഈ ഫാമിലി ഓഡിയൻസിനെ തന്നെ മനസ്സിൽ കണ്ടു എന്നുള്ളതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾ സ്ക്രിപ്റ്റിലും അല്ലെങ്കിൽ തോമസ് ചേട്ടനോടൊക്കെ ഞാനിതിൻ്റെ ആദ്യം പിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മൾ റൈറ്റിങ്ങിൽ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ ഫാമിലി ഓഡിയൻസിന് ഉള്ളതുകൊണ്ട് മാത്രം പേടിച്ചിട്ട് അതൊക്കെ ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ ഇപ്പോൾ തിയേറ്ററിലോട്ടേക്ക് ഈ ഒരു ജോണർ കാണാൻ കുടുംബമാണ് വരുന്നത് എന്നുള്ളതുകൊണ്ടും എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ട് ഏറ്റവും കൂടുതൽ കൈയടിച്ച് ചിരിക്കുന്നതൊക്കെ ഫാമിലീസാണ്. അപ്പോൾ അതിലൊരു അങ്ങനെ നമുക്ക് ഫാമിലീസിനെ ഈ ജോണറിലോട്ട് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പം നേരത്തെ ഞാൻ ചോദിച്ചിരുന്നല്ലോ, അപ്പോൾ അത് പ്രശ്നമായി തോന്നില്ലേ ഓഡിയൻസിന് എന്നുള്ളത്. പക്ഷെ അവരെല്ലാവരും ചിരിച്ചിട്ടാണ് വരുന്നത്. ഡാർക്ക് ഹ്യൂമറായിട്ട് തന്നെ എടുക്കാൻ നമ്മുടെ ആളുകൾക്ക് പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസറൊക്കെ ആവും ആളുകൾ, ഇല്ലെന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ അതൊരു നമ്മളത് അവതരിപ്പിക്കുന്നത് പോലെ ഉണ്ടാവും. നമ്മൾ ചിരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരിക്കലും മോഹിനിയാട്ടം കണ്ട ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഇന്ന് ഒരുത്തനെ തട്ടി ചാക്കലാക്കാം എന്ന പ്ലാനോട് കൂടി പോവില്ല എന്നൊരു വിശ്വാസം ആദ്യമേ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഡയറക്ടറിനോട് തന്നെയാണ് ചേട്ടാ, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ബിക്കോസ് ഭരതനാട്യം വെച്ച് നോക്കിക്കഴിയുകയാണെങ്കിൽ അതിനോട് 100% നീതി പുലർത്തിയിട്ടുമുണ്ട്. പക്ഷേ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ സ്ലൈറ്റ്ലി ഒരു ജോണർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഡാർക്ക് ഹ്യൂമർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സെയിം ടൈം ഭരതനാട്യത്തിനോട് അതേ നീതി പുലർത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ 2ാം ഭാഗം ചെയ്യാമെന്ന് സൈജോനാണ് പറഞ്ഞതെന്ന് നേരത്തെ പറഞ്ഞു. അപ്പം
അപ്പൊ ചേട്ടൻ ഓക്കെ പ്രൊഡ്യൂസറാണ് പറഞ്ഞത്. തോമസ് ആദ്യം സൈജുവേട്ടനോട് പറഞ്ഞത്, എന്നിട്ടാണ് രണ്ടുപേരും കൂടെ എന്നെ വിളിച്ചത്. അപ്പൊ ചേട്ടന് ഇത്തരത്തില് ഒരു സീക്വൽ പോലെ ചെയ്യാവുന്ന പ്ലാൻ ഉണ്ടായിരുന്നു ഈ പറയുന്നതിന് മുമ്പ്? ഇല്ല ഒരിക്കലും. അപ്പം ഈ പറഞ്ഞു കഴിയുമ്പോൾ അന്നേരം തോന്നിയ ഒരു തോട്ടും പിന്നെ അത് ഈ ഒരു വർക്കിലേക്ക് സ്ക്രിപ്റ്റിലേക്ക് വന്നപ്പോൾ അത് ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? അല്ല, അന്നേരം തോന്നിയ തോട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് വേണോ എന്നതിനാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. കാരണം നമുക്കിപ്പോൾ തിയേറ്ററിൽ വർക്കായില്ലെങ്കിലും OTT ഇപ്പോൾ നമുക്ക് നല്ല പേര് കിട്ടി. അപ്പോൾ ഒരു ആവേശപ്പുറത്ത് നമ്മളൊരു സീക്വൽ ചെയ്യാൻ ഇറങ്ങുന്നു. അപ്പോൾ കിട്ടിയ നല്ല പേര് വെറുതെ ചീത്തയാക്കണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഞാൻ ചോദിച്ചത് ഇവരുടെ അടുത്ത് ആദ്യം. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട്. ഇതിനൊക്കെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തോളുന്നുണ്ട്. കാരണം എന്ത് കാര്യത്തിനാണ് ഒരു സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് എന്നുള്ള ചിന്ത, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ടൊരു സെക്കൻഡ് പാർട്ട് സ്കാം എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നത്. നമ്മളും അതിലോട്ടേക്കൊക്കെ പോകും. വെറുതെ OTTയിൽ ഹിറ്റ് അടിച്ചെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ വെറുതെ ആവശ്യപ്പുറത്ത് അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങുകയാണ് എന്നുള്ളൊരു സംസാരം എന്തായാലും ഉണ്ടാവും സോഷ്യൽ മീഡിയയിലാണെങ്കിലും. അത് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അത് വേണോ എന്ന് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, നമുക്ക് ഇതേ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ കഥ ആലോചിച്ച് നോക്കാൻ ചേട്ടാ എന്ന് വെച്ചപ്പോൾ ഇല്ല, നമുക്ക് ഭരതനാട്യം തന്നെ സീക്വലിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുന്ന തോമസ് ചേട്ടൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ഒരു നാട്ടുമ്പുറം ഫാമിലി ഡാർക്ക് ഹ്യൂമർ പരിപാടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് മുമ്പുണ്ടായിരുന്നു. ചില സീക്വൻസുകളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ആ ഫാമിലിനെ ഞാൻ തിരിച്ച് നമ്മുടെ ഫാമിലിയാക്കി. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ആ സീക്വൻസുകൾ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരോട് പറയായിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ജോണർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭരതനാട്യം പോലെ തന്നെ ആയിരിക്കില്ല. അത് അങ്ങനെ തന്നെ ചെയ്താൽ ചിലപ്പോൾ സ്കാമായി പോകും. അവരത് OTTയിൽ വർക്കായ സാധനം അതേപടി തന്നെ ഒരു ഫോർമുല ചെയ്ത് തിരിച്ച് വീണ്ടും തിയേറ്ററിലോട്ട് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിലൊരു തട്ടിപ്പ് ഫീല് തോന്നും ആളുകൾക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ പണിയെടുത്തു എന്നുള്ളത് നമുക്കും തോന്നണം, ഓഡിയൻസിനും തോന്നണം. അങ്ങനെയാണ് ജോണർ ഷിഫ്റ്റിലോട്ട് പോയത്. പ്രേക്ഷകരെല്ലാം അടുത്തൊരു ഭാഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ നീതി പുലർത്തിയിട്ട് തന്നെ, അല്ലെങ്കിൽ ഇതേ ഫാമിലി തന്നെ വേറൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ സ്റ്റാൻഡ് ലോൺ ആയിട്ടുള്ള രീതിയിലായിരിക്കുമോ ഇനി നെക്സ്റ്റ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇപ്പം നിലവിൽ? അല്ല, ഭരതനാട്യം കഴിഞ്ഞ സമയത്ത് നമുക്ക് മോഹിനിയാട്ടം പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പം മോഹിനിയാട്ടം കഴിഞ്ഞിട്ടില്ലല്ലോ, കഴിയട്ടെ. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ വിനയ് ചേട്ടൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം, ഇപ്പം ഭരതനാട്യത്തിൽ ഇല്ലാത്ത ഒരുപാട് കഥാപാത്രങ്ങളാണ് മോഹിനിയാട്ടത്തിൽ വന്നിട്ടുണ്ട്. അവരെ പറ്റിയെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും സംസാരിക്കുന്നുണ്ട്. കാരണം വേറൊരു വേൾഡാണ്, അതിലേക്ക് വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണല്ലോ. ഇപ്പോൾ പോലീസുകാരനാണെങ്കിലും താടി വെച്ചൊരു പോലീസുകാരൻ അധികാരം ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോഴും ഒരു കഥാപാത്രത്തെ കൺവിൻസ് ചെയ്തപ്പോഴും? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 3-4 സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപക്ഷെ വലിയ പേരുകളൊക്കെ ഉണ്ട്, വലിയ സംവിധായകർ, അല്ലെങ്കിൽ ഒരുപാട് വലിയ ബഡ്ജറ്റിൽ എടുക്കപ്പെടുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ അടുത്ത് ചെയ്തിട്ടുള്ളതിലും, അല്ലെങ്കിൽ ഞാനൊരു പുതിയ സംവിധായകൻ്റെ എഴുത്തുകാരൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു പ്രോസസ്സായിരുന്നു മോഹിനിയാട്ടത്തിൻ്റെ. ഒന്ന്, എനിക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നും അങ്ങനെ ഇവരുടെ അത്ര സ്ക്രീൻ സ്പേസ് ഇല്ലല്ലോ. എന്നിട്ട് കൂടി ഞാൻ ആസ് ആൻ ആക്ടർ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ എപ്പോഴും ഈ വ്യക്തിബന്ധങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ തോമസ് സാറിനെ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷേ സൈജു എന്നെ സംബന്ധിച്ച് സിനിമയിൽ തന്നെ എനിക്ക് ഏറ്റവും അടുപ്പവും സ്നേഹമുള്ള ഒരാളാണ്. പിന്നെ മറ്റേ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ കൃഷ്ണനോടും പിന്നെ സാംസണോടൊക്കെ ഞാൻ ഭയങ്കര കണക്റ്റഡായി. അപ്പോൾ നമ്മൾ അത്തരം ഒരു കണക്ഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര, അതായത് എനിക്ക് പരിമിതിയുണ്ട് ആസ് ആൻ ആക്ടർ, പക്ഷെ ഞാൻ എൻ്റെ പരിമിതികൾ ബ്രേക്ക് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കും. അപ്പോൾ ഓൾറെഡി കൃഷ്ണൻ എന്നോട് ഈ കഥ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ ആലോചിച്ചിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഹൈ വോൾട്ടേജ് ഫുൾ എനർജി വരുന്ന പോലെ നമുക്കിത് ക്യാരക്ടറൈസ് ചെയ്താലോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും ഉള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇനീഷ്യൽ ഡേയ്സിൽ ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഞാനായിരുന്നു കൂടുതലും, അല്ലെങ്കിൽ നമ്മളെ വെച്ചുകൊണ്ടുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രോസസ്സ് ഭയങ്കര എൻജോയ് ചെയ്യുകയും അത് പല സ്പേസിന് ചെയ്യാൻ പറ്റാറില്ല. ഞങ്ങളൊരു സീൻ ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുത്തു. അപ്പോൾ ആ ഷോട്ടിൽ അൾട്ടിമേറ്റ്ലി മറ്റേ ഡയറക്ടറിന്റെ ഡിസിഷൻ ആണല്ലോ. അപ്പോൾ കൃഷ്ണൻ ഓക്കെ പറഞ്ഞിട്ടൊരു ടേക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സാധാരണ സിനിമകളിൽ നമ്മൾ ഓക്കെ ടേക്കിൽ ഓക്കെയാണ്, കാര്യം ഡയറക്ടറാണ് കോൾ. ഞാൻ മോണിറ്റർ കൂടി നോക്കാത്ത ഒരു ആക്ടറാണ്. പക്ഷേ മോഹിനിയാട്ടത്തിന് നമ്മൾ വേറൊരു തരത്തിൽ, അതിൻ്റെ റീസൺ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വ്യക്തികളോടുള്ള ബന്ധം കൊണ്ടായിരിക്കും. ആ ഓക്കെ ടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും സാംസണും ഞാനും കൃഷ്ണനും കൂടെ ആലോചിച്ചിട്ട് പറയും, നമുക്ക് ഒരു ടേക്ക് കൂടെ വെറുതെ എടുക്കാം. ഓൾറെഡി ഒരു ഓക്കെ ടേക്ക് ഉണ്ടല്ലോ, എന്നിട്ട് നമ്മൾ ഭയങ്കര ക്രേസി ആയിട്ടുള്ള ഒരു ടേക്ക് കൂടി എടുക്കും. അപ്പൊ പലപ്പോഴും ആ ടേക്ക് നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മുടെ ഓക്കെ ടേക്കിലും ബെറ്റർ ആവും.
അപ്പം അങ്ങനെ എനിക്ക് ഒരു ആസ് ആൻ ആക്ടർ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. കൃഷ്ണൻ്റെ കൂടെ നമുക്ക് ഭയങ്കര ക്രിയേറ്റീവ് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വിശ്വസിക്കുന്നു നമ്മുടെ ഒരു പ്രോസസ്സ്. പിന്നെ ഈ മോഹിനിയാട്ടം നടക്കുന്നതിന് മുമ്പ് 2-3 അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്, ഞങ്ങളൊക്കെ 2-3-4 മാസങ്ങൾ ജോബ്ലെസ് ആയിരുന്നു. അതായത് ഈ പറയുന്ന ഏറ്റവും സ്റ്റാർ റിബൺ പടങ്ങൾ മാത്രം നടക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സ്പേസിൽ മോഹിനിയാട്ടം പോലത്തെ ഒരു സിനിമയിലേക്ക്, ഇതേപോലൊരു സിനിമ മോഹിനിയാട്ടം കുറച്ചും കൂടി വലിയ സ്കെയിൽ എടുക്കപ്പെട്ട സിനിമയാണ്. ഇപ്പോൾ ഭരതനാട്യത്തിൻ്റെ സ്കെയിലല്ല മോഹിനിയാട്ടത്തിൻ്റെ. അപ്പോൾ ഒരു സംവിധായകന് വേണ്ട എല്ലാം പ്രൊവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഭയങ്കര നല്ല തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെട്ട് ഒരു സിനിമ കൂടിയാണ് മോഹിനിയാട്ടം. അപ്പോൾ നമ്മളൊക്കെ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. എല്ലാ സിനിമകൾക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ഇത്തരം സിനിമകൾ വരണം, അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ അടിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സിനിമ വളരെ നന്നായിട്ട് പോകുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ വാഴ 2 എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഒരു വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഒരു സ്റ്റാർ, അദ്ദേഹമായിട്ട് ഞാൻ പേര് പറയുന്നില്ല, അപ്പോൾ സംസാരിച്ചപ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞ ഒരു കാര്യം. ആബ്സല്യൂട്ട്ലി സ്റ്റാർ റിബൺ അല്ലാത്ത ഒരുപാട് പുതിയ ആളുകളെ വെച്ചിട്ട് ഒരു സിനിമ ഉണ്ടാവുക, അത് റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം സിനിമകൾ മലയാളത്തിൽ സംഭവിക്കണം. അല്ലാണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ സ്റ്റാർ റിബൺ മാത്രം സിനിമകൾ വെച്ചിട്ടല്ല മലയാള സിനിമ ഒരു ഇന്റർനാഷണൽ. നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടാക്കുന്നത് നമ്മളാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തരം സിനിമകളും ഇവിടെ ഉണ്ടാക്കപ്പെട്ടിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ സിനിമ വളരെ ഭയങ്കര കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ട് 100 കോടി അടിക്കുന്ന സിനിമകൾ മാത്രം ഉണ്ടാകുക, അല്ലെങ്കിൽ OTT ബിസിനസ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും ടോപ്പ് ലെയറിലുള്ള ആക്ടേഴ്സ് അല്ലാത്ത, ടെക്നീഷ്യൻസ് അല്ലാത്ത ആളുകൾ ഒരുപാട് സഫർ ചെയ്തു. അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരം പോലെയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഇപ്പൊ നമ്മുടെ മോഹിനിയാട്ടം ഓടുന്നതും അല്ലെങ്കിൽ വാഴ 2 ഓടുന്നതൊക്കെ അതിൻ്റെ ഒരു ഉത്തരം പോലെയാണ്. അതായത് നിങ്ങൾ പറയുന്ന വലിയൊരു സ്റ്റാർ ആ പടത്തിലില്ല, അല്ലെങ്കിൽ ഇത് ആ സിനിമ ഒരു 50 കോടിയിൽ നിർമ്മിക്കപ്പെട്ടതല്ല, പക്ഷെ തിയേറ്ററുകളിൽ ഒരുപാട് ആളുകൾ വരുന്നു, ആ സിനിമകൾ ഭയങ്കര കളക്ഷൻസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു പ്രവണതയാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമക്ക് നമ്മുടെ പോലെയുള്ള സിനിമകൾ ഭയങ്കര ഗുണം ചെയ്യും. ഇനിയും ഇപ്പോൾ തോമസ് ചേട്ടനെ പോലത്തെ ഒരാൾ, തോമസ് ചേട്ടനെ സൈജും കൂടെ വന്നിട്ട് കൃഷ്ണനെ വിശ്വസിച്ച് മോഹിനിയാട്ടം പോലെ ഒരു സിനിമ ഈ സ്കെയിലിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള എല്ലാ ആക്ടേഴ്സിനെയും പ്രൊവൈഡ് ചെയ്ത് അത്യാവശ്യം വലിയ സ്കെയിലിൽ ചെയ്യാനുള്ളൊരു ധൈര്യം കാണിച്ചുകൊണ്ട് മാത്രമാണ് മോഹിനിയാട്ടം ഉണ്ടായത്. അപ്പോൾ ഇത്തരം സിനിമകളുടെ സാമ്പത്തികമായിട്ടുള്ള വിജയം, ഇപ്പോൾ വാഴ 2 ആയാലും മോഹിനിയാട്ടം ആയാലും, ഇനി ഒരുപാട് നമ്മുടെ കോണ്ടന്റ് ഡ്രിവൺ സിനിമകൾക്ക് വഴി ഒരുക്കും എന്നുള്ള കാര്യം. മലയാള സിനിമ എന്നും ഒരു വേൾഡ് സെനാരിയോലോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇന്ത്യയിൽ എല്ലാവരും പറയണ്ടല്ലോ മലയാള സിനിമയുടെ ക്വാളിറ്റിനെ കുറിച്ച്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ കൊടുത്തിട്ടുള്ള കോണ്ടന്റ് ആണ്. തെലുങ്ക് പടം പോലത്തെ സിനിമകളുടെ അപ്പുറത്തേക്ക് മലയാള സിനിമയിലെ കോണ്ടന്റുകളാണ് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ സിനിമയുടെ വിജയം തീർച്ചയായിട്ടും നമുക്ക് ഒരു ആളുകൾക്കും വ്യക്തിപരമായിട്ട് ഗുണം ചെയ്യുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിക്കും ഭയങ്കര ഗുണം ചെയ്യും. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. സൈജുട്ട, ഇപ്പം റിവ്യൂവേഴ്സിന്റെ റിവ്യൂസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ റിവ്യൂവേഴ്സും നല്ല രീതിയിലുള്ള റിവ്യൂ തന്നെയാണ് പറയുന്നത്. ഇപ്പം അതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ അശ്വന്ത് ഗോക്കിന്റെ ഒക്കെ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കൊറിയൻ സിനിമകളൊക്കെ ആയിട്ട് മോഹിനിയാട്ടത്തെ താരതമ്യം ചെയ്യുന്നുണ്ട്. കാരണം ആ സിനിമയിൽ ഇല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ താരതമ്യപ്പെടുത്തുമല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ പാരസൈറ്റിന്റെ അല്ലേ, അല്ലെങ്കിലും അത് എടുത്ത് പറയുന്നുണ്ടല്ലോ. അതെ അതെ, എടുത്ത് പറയുന്നുണ്ട്. കാരണം അത് ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക, ഇപ്പൊ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന, അതായത് ഓവർ ദ ടോപ്പ് വേറെ രീതിയിൽ പോവാതെ കറക്റ്റ് ഒരു മീറ്ററിലാണ്, അതായത് ഫസ്റ്റ് പാർട്ടിനോട് നീതി പുലർത്തി തന്നെയാണ് സെക്കൻഡ് ഒരു ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ കഥാപാത്രങ്ങൾ. ഇപ്പോൾ സുരാജേട്ടനാണേലും ഇപ്പോൾ സൈജുട്ടനാണേലും അവരൊക്കെ പെർഫോമൻസ് വൈസ് ആണേലും കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർ സ്കോർ ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം നായകൻ സൈജുവേട്ടനാണ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഇവർ തന്നെ ചേട്ടനെക്കാട്ടിലും സ്കോർ ചെയ്യുന്നുണ്ടോ, അത്തരത്തിലുള്ള ഒരു പേടി ഉണ്ടായിരുന്നു സിനിമ ചെയ്യുമ്പോൾ? ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. കാരണം ഞാൻ എൻ്റെ ഡയലോഗ് പഠിക്കുന്നതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മെമ്മറി പവർ കുറവായത് കാരണം ഇവരൊക്കെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് പടപടപടാന്ന് ഡയലോഗ്സ് പറയുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാനുള്ള സമയമില്ലായിരുന്നു. പിന്നെ എൻ്റെയും കൂടെ ഡയലോഗ് ഒരു 2 ലൈൻ അവരും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ അത്രയും കുറവല്ലേ എനിക്ക് പറയേണ്ടി വരുള്ളൂ എന്ന് ഓർക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നായകനായിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും നായകനായിട്ട് നിൽക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ പടം നന്നാകുക എന്നുള്ളതാണല്ലോ നമ്മുടെ
ഏറ്റവും വലിയ ടാർഗറ്റ്. അപ്പോൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നന്ദു ചേട്ടൻ്റെ മറ്റേ കെട്ടിത്തൂങ്ങുന്ന സീനിൽ ഇല്ലില്ല, അത് നന്ദു ചേട്ടന് ഇമ്പോർട്ടൻസ് പോകുന്നു, എന്നെ കെട്ടി തൂക്കിയാൽ മതിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടപെടാണ്ടിരിക്കുകയാണ് നല്ലത്. വെച്ചാൽ നമുക്കതിനെപ്പറ്റി വിവരം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കതിനെപ്പറ്റി വിവരമില്ല. അതുകൊണ്ട് ഈ ഡയറക്ഷന് താല്പര്യം ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഡയറക്ഷനോട് താല്പര്യമില്ല. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഞാൻ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത സമയത്ത് ചെന്നൈയിൽ തമിഴ് സിനിമയുടെ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട്, ഞാൻ ഹണ്ടിങ് എന്നാണ് അതിന് പറയുന്നത്, ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഒരച്ച് അതുപോലൊരു പെർമനൻറ്റ് മാർക്ക് വന്നായിരുന്നു അറിയടെ. ഫ്ലൈറ്റിലേ പോവുള്ളൂ, ഇതിൽ എനിക്ക് കാശില്ലെങ്കിലും ഞാൻ പക്ഷേ ആ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം. പക്ഷേ ഇത് പിന്നെ ഞാൻ അടയ്ക്കണം, ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാണ്ട് പറ്റില്ല. പിന്നെ അഭിനയിച്ച് രക്ഷപ്പെടുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു കഥ എഴുതി സ്ക്രിപ്റ്റ് എഴുതി നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കി അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തതാണ് മൈ ഫാൻ രാമു എന്ന് പറഞ്ഞ സിനിമ. അതുകൂടിയില്ല. പിന്നെ പലരും പറഞ്ഞു എന്നാൽ പിന്നെ ഡയറക്ഷൻ കൂടെ നോക്ക്, എന്തായാലും എഴുതിയല്ലോ. പക്ഷെ എനിക്കറിയാം എനിക്കതിനുള്ള വിവരമില്ല എന്നുള്ളത്. നമുക്കിപ്പം അപ്പോഴത്തേക്ക് ഒരു 2012 ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് അഭിനയത്തിൻ്റെ പരിപാടി മനസ്സിലായി തുടങ്ങി. അപ്പോൾ പിന്നെ ഇത് കിട്ടുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ മറ്റേതിലേക്ക് പോയാൽ അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയാവുന്ന ഓർത്ത് ആ ഒരു ഏരിയ ഞാൻ പിടിക്കുന്നില്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ എനിക്കിതൊന്നും ആലോചിക്കാനുള്ള സമയമില്ലായിരുന്നു. എനിക്ക് കണ്ടമാനം ഡയലോഗ്സ് അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ കോമഡി സിനിമയാണല്ലോ, ഈ ചെറിയ നമ്മുടെ മോഡുലേഷൻ വരെ പ്രശ്നമാക്കാം. അവിടെ ഒരു കോമഡി വീടിൻ്റെ ചിലപ്പോൾ ആൾക്കാർ ചിരിക്കില്ല. അപ്പോൾ അതിലായിരുന്നു മൊത്തം കോൺസെൻട്രേഷൻ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം വിനയ് ഈ പടത്തിൽ അഭിനയിച്ചെന്നുള്ളതാണ്. വിനയ് എൻ്റെ തുടക്ക കാലഘട്ടത്തിലുള്ള വിനയും അത് പറഞ്ഞു. ഇൻഫാക്റ്റ് വിനയ് ഒരു FM-ൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വിനയുടെയൊക്കെ ഒരു ചോദ്യം ആർജെ ചോദിച്ചു, സിനിമ ഇൻഡസ്ട്രിയിൽ ആരെ കാണുമ്പോഴാണ് ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നതെന്ന്. വിനയ് അതിന് പറഞ്ഞ ആൻസർ, സൈജു കുറുപ്പിനെ കണ്ട എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നാറുണ്ടെന്ന്. ചെയ്യും പുള്ളി. അപ്പം അത്രയും സ്നേഹം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു രണ്ടാമത്തെ പ്രൊഡക്ഷൻ, ഇത് ആക്ച്വലി ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് തന്നെ പറയണം. ബിക്കോസ് ഇതാണ് ശ്രദ്ധിക്കപ്പെട്ടത് തിയേറ്റേഴ്സിൽ. പക്ഷെ ഭരതനാട്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഭരതനാട്യം ഇല്ലായിരുന്നെങ്കിൽ ഇതിനും ഈ പറഞ്ഞ ഇനിഷ്യൽ ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹമായിട്ട് എനിക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ 2-3 പടങ്ങളെ നമുക്ക് ഇതിനു മുമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വിനയായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അതൊരു ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, സന്തോഷ് ഏട്ടൻ, എനിക്ക് ഭയങ്കര പണ്ട് തൊട്ടേ സന്തോഷ് ഏട്ടനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ്. കുട്ടിക്കാലത്തൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹാൻസം ആയിരുന്നു, നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള. അപ്പോൾ ജയ് മഹേന്ദ്രൻ എന്ന് പറഞ്ഞ എൻ്റെ വെബ് സീരീസ് കണ്ടിട്ട് സന്തോഷ് ഏട്ടൻ എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളിയെ പരിചയമില്ല. ഞാൻ അമ്മയുടെ മീറ്റിങ്ങിലാന്ന് തോന്നുന്നു, ദൂരത്ത് വെച്ച് കണ്ടിട്ടൊക്കെ ഉള്ളൂ, ഹലോ പോലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഞാനിങ്ങനെ ആലോചിച്ചു, ഇദ്ദേഹത്തിനെ കുറേ നാളായല്ലോ കണ്ടിട്ട്, നമുക്ക് ഒരു പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിലോ. ദാസൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ദാസൻ ഈഗോ ഉണ്ടാവും, മനുഷ്യനല്ലേ, പക്ഷേ കുറവാണ്. നമ്മളിപ്പോൾ ഒരു ആളെ പറ്റി പറഞ്ഞാൽ പെട്ടെന്ന് അവൻ കട്ട് ചെയ്യില്ല, അല്ല ചേട്ടാ അത് അങ്ങനെ പറയില്ല. അവൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ചേട്ടാ അത് വേണ്ട, അത് വന്നാൽ അത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവന് വ്യക്തമായൊരു ഇതുമുണ്ട്. പക്ഷേ നമ്മൾ പറയണതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റും ചെയ്യും. അത് നമ്മൾ മാത്രമല്ല, ഇപ്പം ഒരു നല്ല കാര്യം പറഞ്ഞാലും അങ്ങനെയുള്ള മനസ്സ് എന്തായാലും അവനുണ്ട്. അപ്പോൾ ഞാൻ സന്തോഷേട്ടൻ്റെ കാര്യം പറഞ്ഞു. സന്തോഷേട്ടനെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൽ നമുക്ക്, അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകും കേട്ടോ. ഉടനെ തന്നെ നമ്മളിപ്പം അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിൽ അതിനുവേണ്ടി ദാസൻ കാസ്റ്റ് ചെയ്തു. പിന്നെ സന്തോഷമുള്ള കാര്യം, നന്ദു ചേട്ടൻ്റെ ഒരു തിയേറ്ററിൽ നന്ദു ചേട്ടൻ്റെ പല സീൻസും ഹിലേരിയസ് ആയിരുന്നു. അത് ഒരുപാട് സന്തോഷം നൽകിയ കാര്യമാണ്. ചേച്ചി, നമ്മുടെ 2 അമ്മമാരും സീസൺഡ് ആക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളവരെ പറ്റൊന്നും എടുത്തു പറയുന്നില്ല. ദിവ്യ, നമ്മുടെ ശ്രുതി, സ്വാതി,
ബേബി ജീൻ ഒരു പുതിയ അഡീഷനാണ്. ബേബി ജീൻ്റെ ഞാൻ ഓൾറെഡി ഞാൻ ഭയങ്കര സംഭവം എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയല്ല കേട്ടോ. എനിക്ക് എല്ലാവരെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്. പക്ഷേ സത്യമാണ് പറയുന്നത്. ബേബി ജീൻ്റെ ഞാൻ നമ്മുടെ പ്രീ റിലീസ് പ്രൊമോഷൻസിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ആക്ടർ നിങ്ങൾ കാത്തിരുന്നോ ബേബി ജീൻ, അയാളുടെ പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു എന്ന്. അത് അതേപോലെ സംഭവിച്ചു. അതിലെനിക്കൊരു അഭിമാനമൊക്കെ ഉണ്ട്, എൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണെന്നുള്ളത്. അപ്പം അങ്ങനെ ശ്രീരേഖ അമേസിങ് പെർഫോമൻസ്. ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ 4-5 ദിവസമാണ് ഷൂട്ടിംഗ് തുടങ്ങിയിട്ടെത്തുന്നത്. അപ്പോഴത്തേക്കും വിനയുടെ 2 സീൻസും ശ്രീരേഖയുടെയും ബേബി ജീൻ്റെയും 2-3 സീൻസ് ചെയ്തായിരുന്നു. അപ്പം ശ്രീരേഖ എനിക്കറിയാം, പക്ഷേ മേക്ക് ഓവറിലാണ്. അതായത് കറക്റ്റ് പുള്ളിക്കാരത്തി യങ്ങാണ്, പക്ഷേ ആ ക്യാരക്ടറിന് കുറച്ച് ഏജ് ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിച്ച് എനിക്കിത് ആരാന്ന് ഇനിയിപ്പോൾ ഞാനത് ദാസം വേറെ കാസ്റ്റ് ചെയ്തോന്ന്. ശ്രീരേഖ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ വേറെ മാറിയ ഡേറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് അതുകൂടാണ്ട് വൺ പെർഫോമൻസ്. ശ്രീരേഖ ആക്ച്വലി അതുപോലത്തെ ക്യാരക്ടർ അല്ല, പക്ഷേ ആ ക്യാരക്ടറായിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഇരട്ടക്കുട്ടന്മാർ, അവർ സൂപ്പർ. 2 പേരുടെയും പരിപാടിക്ക് തിയേറ്ററിൽ വൺ റെസ്പോൺസ് ആയിരുന്നു. യെസ്, അപ്പം എന്തായാലും എല്ലാം നന്നായിട്ട് വന്നു. നിസ്താർ ചേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. സർ ഒരു കറക്ഷൻ അത് മിക്സ്ചറും സംഭാരമാണ്. അതൊക്കെ ഭയങ്കര ഹിലേരിയസ് ആയിരുന്നു. പിന്നെ എൻ്റെ വേറൊരു സുഹൃത്ത്, അടുത്ത സുഹൃത്താണ് സുരാജ് വഞ്ഞാറമ്മൂട്. അതായത് 5-ാമത്തെ മിനിറ്റിൽ സുരാജിൻ്റെ എൻട്രി നിങ്ങൾ കണ്ടതാണല്ലോ സിനിമ. അവിടുന്ന് കണ്ടിട്ടില്ലേ? കണ്ടുണ്ടോ? ഓക്കെ. അവിടുന്ന് ഒരു ടേക്ക് ഓഫാണ് നമ്മുടെ പടത്തിൻ്റെ. ആ ടേക്ക് ഓഫിൽ നിന്ന് പിന്നെ താഴത്തേക്ക് സിനിമ വന്നിട്ടില്ല. ഞാൻ ദാസിനോട് റിക്വസ്റ്റ് ചെയ്തതാണ്, എടാ ഭരതനാട്യത്തിന് 30-35 മിനിറ്റിലാണ് ടേക്ക് ഓഫ് ആയെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. നീ ഇതിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും ഒരു 15-20 മിനിറ്റിൻ്റെ ഇടയ്ക്കൊന്ന് ടേക്ക് ഓഫ് ചെയ്യണമെന്ന്. അവൻ കറക്റ്റ് ഒരു എക്സ്പീരിയൻസ്ഡ് പൈലറ്റിനെ പോലെ അവൻ 5-ാം മിനിറ്റിൽ പരിപാടി പിടിച്ചു, അടിപൊളിയാക്കി. അതുകൊണ്ട് ഈ പറയുന്ന ഒരു സോ കോൾഡ് ലാഗോ അങ്ങനത്തെ ഉള്ള പരിപാടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് എഴുതി വച്ചു അവൻ വളരെ മനോഹരമായിട്ട് നോക്കി. പക്ഷേ ഒരു ആക്ടർ വന്നിട്ട് അത് പെർഫോം ചെയ്ത് വേറെ ലെവലിലേക്ക് വിടുവാണ്. സുരാജിൻ്റെയും വിനയ് ഫോർട്ടിൻ്റെയും കറക്റ്റ് പ്ലേസ്മെൻറ്റും കറക്റ്റായിട്ടുള്ള 2 പേരുടെ എനർജി നിറഞ്ഞ പെർഫോമൻസസ് ആയിരുന്നു. അത് ആ സമയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സിനിമയുടെ മെയിൻ ഘട്ടങ്ങളിൽ അത് ഇവർ അടിപൊളിയാക്കി. പിന്നെ നമ്മുടെ ന്യൂ അഡീഷൻ ജഗദീഷ് ചേട്ടനെ പറ്റി പിന്നെ നമ്മൾ പറയണം. ബിക്കോസ് വി ഹാവ് സീൻ എത്രയോ കഥാപാത്രങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. ഭയങ്കര ആക്ടറല്ലേ അദ്ദേഹം. എന്ത് രസമായിട്ടാണ് നമ്മുടെ ബുച്ചറിൻ്റെ ക്യാരക്ടർ ചെയ്തത്. സൂപ്പർ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഹരിത്ത്, കാലിക്കട്ട്. അപ്പം ഹരിത്തിന് ഇതൊന്നും അറിയില്ല, കഥയൊന്നും അറിയില്ല മോഹിനിയാട്ടത്തിൻ്റെ. ജഗദീഷ് ചേട്ടനും കൂടെയുള്ള നമ്മുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോഴത്തേക്കും അവൻ പറഞ്ഞ ഒരു കാര്യമാണ്, ജഗദീഷ് ചേട്ടനുണ്ടോ പുള്ളി പൊളിക്കും. അതേപോലെ എത്ര അപ്രിസിയേഷൻസ് ആണ് ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടറിന് വേണ്ടി ആൾക്കാർ പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. ഞാൻ ദാസൻ്റെ ഒക്കെ ഭരതനാട്യത്തിൻ്റെ സമയത്ത് പറഞ്ഞു, എടാ ഈ അഭിരാം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആക്ടറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വൺ ആക്ടർ. അപ്പം അവന് സമ്മതിച്ചു, ആ ചേട്ടാ വൺ ആക്ടർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് പുള്ളിയുടെ ഏജ് വൈസ് ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൽ പുള്ളിയെ ഫിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഫിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ അഭിരാമിനെ കാസ്റ്റ് ചെയ്തു. വൺ ആക്ടറാണ്. സുഭാഷ്, ബേബിയുടെ സുഭാഷ് ജൂനിയർ, അത് സുഭാഷ് സീനിയർ. സാധാരണഗതിയിൽ ഒരേ സിനിമയിൽ മെയിൻ ക്യാരക്ടേഴ്സിന് ഒരേ പേര് വരാറില്ല. പക്ഷെ നമ്മുടെ പടത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. 2 പേർക്ക് 2 മെയിൻ ക്യാരക്ടേഴ്സിന് സുഭാഷ് എന്നുള്ള പേരാണ്. പിന്നെ നമ്മുടെ ബബ്ലു അജു ക്യാമറാമാൻ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾ
പിന്നെ അതിനിടയ്ക്ക് സലീം ഭായി, നമ്മുടെ വക്കീലിൻ്റെ വേഷം ചെയ്തത്, അദ്ദേഹം ഒരു സീനിൽ വന്നു ഹിലേരിയസ് ആക്കി. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക് കിളി മ്യൂസിക് ഡയറക്ടർ, എന്ത് രസമുള്ള കമ്പോസിഷനാണ്. റീ റെക്കോർഡിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമ്മുടെ സിനിമയെ ഒരുപാട് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ടെക്നീഷ്യൻസും, എഡിറ്റർ ഷഫീഖ് BB. ഷഫീഖ് ചില ഈ നമ്മുടെ അവസാനത്തെ ഒരു 15-20 മിനിറ്റ് സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്ന പോലെ അല്ല എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അവനൊരു കളി കളിച്ചിട്ടുണ്ട്. അത് ഇപ്പം ഒരു എന്താണ്, നമ്മൾ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. എഴുതിയപ്പോൾ തന്നെ എൻഗേജിങ് ആയിരുന്നു, പക്ഷെ കുറച്ചുകൂടെ എൻഗേജിങ് ആക്കാൻ വേണ്ടി അവൻ കുറച്ച് കട്ട്സിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി. അത് സൂപ്പറായിരുന്നു. അത് ഷഫീഖിൻ്റെ ബ്രില്യൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും, മേക്കപ്പ്, ആർട്ട്, കോസ്റ്റ്യൂംസ്, അവരൊക്കെ നല്ലപോലെ നമ്മുടെ കൂടെ നിന്നു. മേക്കപ്പ് അപ്പം ഒരു ടീം വർക്ക് തന്നെ. പിന്നെ വേറെ ഒരു പേര് കൂടെ അതിലോട്ട് പറയാനുണ്ടായിരുന്നു. നമ്മുടെ സിനിമയ്ക്ക് ഭയങ്കര അറ്റൻഷൻ കിട്ടിയതായിരുന്നു നമ്മുടെ സിനിമയുടെ ട്രെയിലറിലൂടെ. ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുകയും ആ ട്രെയിലറിനെ കുറിച്ച് നല്ലത് പറയുകയും ആ സിനിമയ്ക്ക് ഈ ഒരു മേ ബി എനിക്ക് ഈ ഒരു ആദ്യ ദിവസം ആളിലോട്ട് എത്താനായിട്ട് വലിയൊരു കാരണം ട്രെയിലറാണെന്ന് കൂടിയും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത ലിൻഡോൻ്റെ പേരും ഇവിടെ പറയണമെന്ന് തോന്നി. ലിൻഡോ കുര്യനായിരുന്നു ചെയ്തത്. അപ്പൊ എന്തായാലും നല്ല സിനിമകൾ ഒരിക്കലും മലയാളികൾ കൈവിട്ടിട്ടില്ല. മോഹിനിയാട്ടം വലിയൊരു ഹിറ്റായി മാറട്ടെ, 100 ദിവസം ഓടട്ടെ, അതിന്റെ സക്സസിന് ഞങ്ങൾക്കും കൂടാൻ സാധിക്കട്ടെ. അപ്പോൾ ഇനി ഒരുപാട് സിനിമകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടിപൊളിയാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. പ്രീ റിലീസ് സാധാരണഗതിയിൽ ആരും അങ്ങനെ ധൈര്യപ്പെടാറില്ല ഒരു പടത്തിൻ്റെ റിവ്യൂ എഴുതാൻ. അത് ആ ധൈര്യം, സ്നേഹവും സപ്പോർട്ടും കാണിച്ച തരുൺ മൂർത്തിക്കും മിഥുൻ മേനൽ തോമസിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അവർ ആ സന്മനസ് കാണിച്ചു, ആ ധൈര്യം കാണിച്ചു. ആക്ച്വലി നമ്മുടെ പോലത്തെ സിനിമയ്ക്ക് വലിയ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റീസ് അവരൊക്കെ ചാൻസ് കിട്ടിയാൽ കണ്ടിട്ട് അങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടും. സോ ആ 2 പോസ്റ്റുകൾ ഒരുപാട് നമ്മുടെ സിനിമയ്ക്ക് ഗുണം ചെയ്തു. അതുകൊണ്ട് അവരുടെ ഫോളോവേഴ്സിൻ്റെ ഫോളോവേഴ്സും അവരിലേക്കൊക്കെ ഈ പടം ഇങ്ങനത്തെ ഒരു പടമാണ്. ഇപ്പം നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയും. പക്ഷേ തരുണും മിഥുനും ഒക്കെ എഴുതിയിരിക്കുന്നത് എക്സാക്റ്റ് അവർക്ക് എന്താണ് സിനിമ കണ്ടപ്പോൾ തോന്നിയത്, വിത്തൗട്ട് സ്പോയിലേഴ്സ് അവർ വളരെ രസമായിട്ട് എഴുതി. അത് ഓഡിയൻസിലേക്ക് എത്തി. സോ അവർക്കൊരു വലിയ താങ്ക്സ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഒരു സോറി പറയുന്നു. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ഒരു ലൊക്കേഷൻ നോക്കാൻ പോകുന്നതുകൊണ്ടാണ് ലേറ്റായത്. മോഹിനിയാട്ടം ചെന്നോടത്തൊക്കെല്ലാം പോയി. ഞാൻ ആ പള്ളിയിൽ ചെന്നപ്പോഴും ഭയങ്കര അഭിപ്രായമായിരുന്നു. ഇവിടെ കുർബാന കഴിഞ്ഞ് പോകുന്നവരൊക്കെ ഇന്നലെ പടം കണ്ടവരാണ്. അവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ്. എല്ലായിടത്തും പറഞ്ഞത്. എൻ്റെ ഇന്നലെ ദോഹയെന്നും അവിടുന്ന് എല്ലാം വിളിച്ചിരുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് സുരാജ് പറയുന്നുണ്ടല്ലോ, നീ വഴിപോക്കാന്ന്. അപ്പോൾ ഇന്നലെ ഒരാൾ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു വന്ന അവസാനം എൻ്റെ പേരെ അയാൾ മാറ്റിക്കളഞ്ഞു. ഈ പടത്തിൽ വഴിപോക്കാൻ പൊതുവാൾ നന്നായിരുന്നു, നന്ദു പൊതുവാളെന്നുള്ള പേരൊക്കെ പോയി പുള്ളി പറഞ്ഞു വന്ന. ഏതായാലും ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ വരാൻ സാധിച്ചത് വളരെ സന്തോഷം. പടം ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹിറ്റല്ല, പടം സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ പങ്കെടുക്കുന്ന സംവിധായകൻ കൃഷ്ണദാസിനും പ്രൊഡ്യൂസർക്കും എല്ലാം വളരെയധികം നന്ദി. അതുപോലെ ഇതിൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകർക്കും അതിൻ്റെ ടെക്നീഷ്യന്മാർക്കും പ്രത്യേകിച്ച് ജിതേഷ്, അഞ്ജുമന, ജോബി ഇവർക്കെല്ലാം എൻ്റെ വളരെയധികം നന്ദി. പിന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സായിട്ട് പേര് വെച്ചിരുന്നത് എൻ്റെ വൈഫിൻ്റെ പേരാണ്, ലിനി മറിയം ഡേവിഡ്. അതുപോലെ തന്നെ അനുപമ ബി നമ്പ്യാർ. കാരണം സൈജുവിൻ്റെ വൈഫാണ്. അത് ഫാമിലി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിൻ്റെ പൂജയുടെ അന്ന്
ഇതൊന്നും പ്ലാൻ ചെയ്തതല്ല. രാവിലെ ഞങ്ങൾ പൂജയ്ക്ക് വേണ്ടി പോകാനായിട്ട് ഇറങ്ങിയപ്പം സൈജു പറഞ്ഞു, ചേട്ടാ അനുപമയാണ് പേര് വെക്കുന്നത്, അനുപമ ബി നമ്പ്യാർ. അപ്പോൾ അതുവരെ ഞാൻ തോമസ് തിരുവല്ല എന്ന് പറഞ്ഞാണ് എല്ലാ പടവും ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ പേര് വെക്കുന്നത്, സ്ത്രീകൾ നയിക്കട്ടെ നമ്മുടെ സിനിമ എന്നും പറഞ്ഞ് ആ പൂജയുടെ അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ വൈഫിൻ്റെയും പേര് വെച്ചത്. അത് വളരെ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായി എന്ന് കരുതുന്നു. അപ്പോൾ അനുപമയ്ക്കും ലിനിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ പ്രൊഡക്ഷനിലെ ആൾക്കാരെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി നിർത്താം കേട്ടോ. വിശക്കുന്നുണ്ടെന്നറിയാം, എനിക്കുണ്ട്. നമ്മുടെ ജിതേഷ് അഞ്ചുമനായൻ ടീം, ജോബി, ഇവരുടെയൊക്കെ മനോഹരമായ കോർഡിനേഷൻ എല്ലാ കാര്യത്തിനും. പിന്നെ സൽമാൻ എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, സൽമാനെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആക്കുന്നതിൻ്റെ ക്രെഡിറ്റും ഞാൻ പതുക്കെ അങ്ങ് എടുക്കുവാണ്. അവനൊരു അസോസിയേറ്റ് ഡയറക്ടറാണ്. ബേസിക്കലി ഞാൻ അഭിനയിച്ച ഷംസു സൈബ ഡയറക്റ്റ് ചെയ്ത ജസി എന്ന് പറഞ്ഞ പടത്തിലും അഭിലാഷം എന്ന് പറഞ്ഞ പടത്തിലും അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അവനെ ഞാൻ അവിടെ നിന്ന് പൊക്കി. അപ്പോൾ അവനെ പൊക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അവൻ വിചാരിച്ചു അസോസിയേറ്റ് ഡയറക്ടറായിട്ടായിരുന്നു. പക്ഷേ അവന് ഞാൻ വേറൊരു റോള് കൊടുത്തു. എന്ന് വെച്ചാൽ അവനവിടെ അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ പണി എടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുമൊക്കെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കഴിവ് ഞാൻ മനസ്സിലാക്കി, ഞാൻ അവനെ അങ്ങ് പൊക്കി. പിന്നെ നമ്മുടെ ഡയറക്ഷൻ ടീമിലെ സാംസന്റെ കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. സാംസൺ നമ്മുടെ ചീഫ് അസോസിയേറ്റ്, പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരുടെ പേര് എടുക്കുന്നില്ല. പക്ഷേ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയാണ്. സോ ടീം ഭരതനാട്യം ടു മോഹിനിയാട്ടത്തിന് എൻ്റെയും തോമസ് ഏട്ടൻ്റെയും സൈഡിൽ നിന്ന് ഒരു വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തുവാണ്. മീഡിയ ഓഡിയൻസ് ഡെഫിനറ്റ്ലി നിങ്ങളെ ഞാൻ ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു, ഒന്നുകൂടെ രേഖപ്പെടുത്തുന്നതാണ്. താങ്ക് യു.